السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 254 ആയത്ത് സൂറത്ത് ബഖറ 254 വരെയാണ് ചെയ്തു വെച്ചത്. ഇന്ന് ഇൻഷാല്ലാ നമുക്ക് 255 അതായത് ആയത്തുൽ കുർസി ചെയ്യാം, ഇന്നും നാളെയും കൂടെ ആയിട്ട്. ഓക്കെ ഇൻഷാല്ലാ. അപ്പം പുതിയ ആളുകളെല്ലാം കഴിഞ്ഞ 2 ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നീട്ടി വെക്കണ്ട, നാല് ക്ലാസ്സും കൂടെ ഒന്നിച്ച് കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആവും. അപ്പം കഴിയുന്നതും എല്ലാവരും ആ ഒരാഴ്ചയിലെ ക്ലാസ് ആഴ്ച തന്നെ ലൈവ് ഇല്ലെങ്കിൽ റെക്കോർഡിംഗ് കേൾക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ ഇൻഷാല്ലാ നമുക്ക് ഈ വീക്ക് സൺഡേ എക്സാം ഉണ്ടാവും. അപ്പം പുതിയ ആളുകൾക്ക്, പ്രത്യേകിച്ച് സബ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് റോൾ നമ്പർ, സബ് ഗ്രൂപ്പ് നമ്പർ അതൊക്കെ എഴുതൽ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇൻഷാല്ല ഇന്നോ നാളെയോ ആയിട്ട് സബ് ഗ്രൂപ്പിന്റെ ലീഡേഴ്സിന് ഒരു മോഡൽ ടെസ്റ്റിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ എല്ലാവരും അത് ആക്ച്വൽ എക്സാമിന്റെ, അതായത് ഞായറാഴ്ച രാത്രി ആവുന്നതിന് മുമ്പേ തന്നെ അതൊക്കെ ട്രൈ ചെയ്ത് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ. സൗണ്ട് കുറവുണ്ടോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ പറഞ്ഞ ആളൊന്ന് എക്സിറ്റ് ചെയ്ത് എൻ്റർ ചെയ്യാൻ നോക്കണേ ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് സബ് ഗ്രൂപ്പുകളിലുള്ള ആളുകൾ ഓക്കെ ഒന്ന് ഈ സാമ്പിൾ ടെസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് ട്രൈ ചെയ്തിട്ട് റെഡിയായി നിൽക്കുക ഇൻഷാല്ലാ. പിന്നെ നമ്മൾ എല്ലാ എക്സാമും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എല്ലാ എക്സാമും എഴുതിയവർക്ക് മാത്രമാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് എന്നുള്ള പോലെ കൺസിഡർ ചെയ്യുന്നത്. ബാക്കി സബ് ഗ്രൂപ്പിലെ റൂളുകളെല്ലാം ഗൂഗിൾ അപ്ഡേഷൻ ആണ് സൗണ്ട് പ്രോബ്ലം. സബ് ഗ്രൂപ്പിലെ ലീഡേഴ്സ് ബാക്കി നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. അപ്പം ഇൻഷാല്ലാ ഇന്ന് നമുക്ക് ആയത്തുൽ കുർസിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന ഐദീഹിം وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤده حفظهما وهو العلي العظيم. അള്ളാഹു അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. അവൻ്റെതാണ് ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം. അവന്റെ അനുവാദ പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവന്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയുകയില്ല. അവന്റെ കുർസിയും ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാവുന്നു. അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല. അവൻ ഉന്നതനും മഹാനുമൊക്കെ. വാക്കർത്ഥം നോക്കാം. അള്ളാഹു ലാ ഇലാഹ, ഒരു ആരാധ്യനില്ല, ഇല്ലാഹു, അവൻ ഒഴികെ. ഇലാഹ ഹംസ ലാം ഹ അവിടെ എഴുതാൻ വിട്ടതാട്ടോ. അൽ ഹയ്യു, എന്നെന്നും ജീവിക്കുന്നവൻ, ഹ യ അൽ ഖയ്യൂം, സർവ നിയന്താവ്, ഖാഫ് വാവ് മീം. ലാ തഖുദുഹു, അവനെ പിടിപെടുകയുമില്ല, ഹംസ ഖ ദാൽ. സീനത്തുൻ, മയക്കം, വാവ് സീൻ നൂൻ. വലാ നൗമുൻ, ഉറക്കവുമില്ല, നൂൻ വാവ് മീം. ലഹു, അവൻ്റേത്, മാ യാതൊന്ന്, ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ള, സമാവാത്ത് സമാ എന്ന പ്ലൂറലാണ്, റൂട്ട് സീൻ മീം വാവ്. വമാ ഫിൽ അർദ്, വമാ യാതൊന്നും, ഫിൽ അർദ് ഭൂമിയിൽ, ഹംസ റോ ദോദ്. മൻ ദ, ആരാണ്, അല്ലദീ യശ്ഫഉ, ശുപാർശ ചെയ്യുന്നവൻ, ഷീൻ ഫ ഐൻ. ഇൻദഹു, അവന്റെ അടുക്കൽ, ഇല്ല, കൂടാതെ, ബിഇദ്നിഹി, അവന്റെ സമ്മതം. ഇത്രയും നമുക്ക് ഇന്ന് നോക്കാം, ബാക്കി നാളെ ഇൻഷാ അല്ലാഹ്.
അപ്പം തഫ്സീറിലേക്ക് പോവാം. നമുക്കറിയാം ആയത്തുൽ കുർസിനെ കുറിച്ച് അല്ലെ, ഏറ്റവും മഹത്തരമായ ആയത്ത്, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തായ ആയത്താണ് അഅ്ദമു ആയ ഫീ കിതാബില്ലാ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിലെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചോദിച്ചതായിട്ട് പറയുന്നുണ്ട്. അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ദം, അള്ളാഹുവിന്റെ ഖുർആനിൽ നീ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ആയത്ത് ഏതെന്ന് നിനക്കറിയാമോ? അപ്പം ഉബൈ റളിയല്ലാഹു അൻഹു മറുപടി പറയും, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അല്ലെ, ആയത്തുൽ കുർസിയാണത് എന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് അടിച്ചുകൊണ്ട് പറയും, വല്ലാഹി ലിയഹ്നികൽ ഇൽം, നിന്റെ വിജ്ഞാനം നിന്നെ പുളകമണിയിക്കട്ടെ. അതായത് സുബ്ഹാനല്ലാഹ്, ഒരുപാട് സന്തോഷം അല്ലെ, അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ആ ഒരു അറിവ് നിനക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻസ് പറയില്ലേ, നമ്മൾ തട്ടിയിട്ട് തോളിൽ തട്ടി അടിപൊളിയാണ് എന്ന് പറയില്ലേ. അപ്പം അതുപോലെ ലിയഹ്നിക്കൽ ഇൽം, നിന്റെ ഈ ഒരു ഇൽമ കൊണ്ട് നീ സന്തോഷിക്കുക. അത് കാരണം നീ അനുഗ്രഹിക്കപ്പെടട്ടെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിലെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള മഹത്തരമായിട്ടുള്ള ആയത്തുൽ കുർസിയാണെന്ന് നിനക്ക് അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് ആയത്തുൽ കുർസിയിലെ നമ്മള് രാത്രിയിൽ ഓതിയിട്ട് കിടക്കുമ്പോൾ നമുക്കറിയാം അവന്റെ കൂടെ ഒരു ഹാഫിൽ, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തും. ഇബ്ലീസ് ശൈത്താൻ അവന് ആ രാത്രി മുഴുവനും രാവിലെ വരെ അവന് ഒരു തരത്തിലുള്ള ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സംരക്ഷണം അള്ളാഹു ഏർപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ ആയത്താണ്, പക്ഷെ 10 സെന്റൻസസ്, അതായത് 10 കംപ്ലീറ്റ് സെന്റൻസസ് ഉള്ള ഒരു ആയത്താണ്. അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ സെന്റൻസ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു സെന്റൻസിന് കംപ്ലീറ്റ് ആയിട്ട് മീനിങ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. വളരെ ഡീപ്പായിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള മീനിങ് ഉള്ള 10 സെന്റൻസസ് ചേർന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ മഹത്തരമായ വേഴ്സ് ആയതെന്ന് പറയുമ്പോൾ അത് ഏറ്റവും ലോങ്, ഏറ്റവും നീളം കൂടിയ ആയത്തല്ല, പക്ഷെ അതിന്റെ അർത്ഥത്തിൽ അല്ലെ, അതിന്റെ ക്വാളിറ്റിയിൽ, അതിന്റെ റാങ്ക് പദവികളിൽ, അതിനുണ്ടാക്കാൻ പറ്റുന്ന ഇഫക്റ്റില്, അതിനുണ്ടാക്കാൻ പറ്റുന്ന പ്രയോജനങ്ങളിൽ, അതിന്റെ നന്മയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ആയത്താണ് സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറച്ച് വാക്കുകളാണല്ലേ, അതിന്റെ നന്മ, അതിന്റെ റാങ്ക്, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ പ്രയോജനം എന്നൊക്കെ പറയുന്ന. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് അല്ലെ, നമുക്ക് അറിയാം, ഇത് ഖുർആൻ തന്നെ ഒരു പർവ്വതത്തിന്റെ മേലെ ഇറങ്ങിയിരുന്നെങ്കിൽ അത് തവിട് പൊടിയാകുമായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലേ. അത്രയ്ക്ക് ഹെവിയാണ് ഖുർആൻ. ഒരുപക്ഷെ നമുക്ക് ഇതുവരെ അല്ലെ അതിന്റെ ഒരു എന്താ 100% പോലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ആയത്തുൽ കുർസിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്തൊക്കെയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്തൊക്കെയോ ഗ്രേറ്റ്നെസ്, എന്തൊക്കെയോ മഹത്വങ്ങൾ അതിനകത്തുണ്ട് അല്ലെ. അതിന്റെ റാങ്ക്, അതിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അതീവമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള, നമ്മളുടെ കഴിവിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ആഗ്രഹിക്കണം ഇതിന്റെ അർത്ഥം ശരിക്കും അറിയാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, അതിന്റെ ആഴങ്ങളും അതിന്റെ പരപ്പുകളും, എന്നിട്ട് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയത്തിൽ കുറിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കുറെ സമയങ്ങളുണ്ട് ആയത്തിൽ കുറിച്ച് ഓതാൻ വേണ്ടിയിട്ട്. അതും അതോടുകൂടി, അതിന്റെ പ്രയോജനത്തോടു കൂടി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും എന്നുള്ള ആ ഒരു പ്രയോജനത്തോടു കൂടി അവിടെ നിൽക്കുകയാണ്. പക്ഷെ ഇതിനകത്തുള്ള ഓരോ വാക്കുകളുടെയും ആ ഒരു ഹെവിനെസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ അറിവും നമ്മുടെ വാക്കുകളും നമ്മുടെ എക്സ്പ്രഷൻസും ഒന്നും ഉപയോഗിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഹെവിയാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും എന്താ പറയാ, അത് നമ്മളെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഈവൻ അറബിയിലോ പോലുള്ള വൊക്കാബുലറി പോലും നമുക്ക് ഈ ഒരു ആയത്തിന്റെ അല്ലെ ഖുർആനിലെ മൊത്തത്തിൽ തന്നെ അതിന്റെ ഒരു ശ്രേഷ്ഠത അറിയിക്കാനുള്ള പാകം ഇല്ല എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുക, ആഗ്രഹിക്കുക, ദുആ ചെയ്യുക, ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഡെപ്തോടു കൂടി. ഓക്കെ. പിന്നെ ആയത്തുൽ കുർസി അത്രയും ശ്രേഷ്ഠമാകാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആയത്തുൽ കുർസി നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്ന ഒരു ആയത്താണ് അല്ലെ. അള്ളാഹ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സിഫത്തുകൾ എടുത്തു പറയുന്ന ആയത്താണ്. അള്ളാഹു ആരാണ്? ഏറ്റവും ശ്രേഷ്ഠനാണ് അല്ലെ, അലിയാണ്, ഏറ്റവും ഉന്നതനാണ്, മഹാനാണ്. അതുകൊണ്ടും അള്ളാഹുവിനെ കുറിച്ച് നമ്മളടുത്ത് പറയുന്ന ആയതുകൊണ്ടും ആയത്തുൽ കുർസി ഏറ്റവും ശ്രേഷ്ഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മജസ്റ്റിക്, ഗംഭീരം,
അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ ആ ഒരു പെർഫെക്ഷൻ, അള്ളാഹുവിന്റെ ഗ്രാൻഡ്നെസ്, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുടെ ആ ഒരു മഹത്വം ഒക്കെ പറയുന്ന ഈ ദുനിയാവിലും ആഖിറത്തിലും അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആയത്തായതുകൊണ്ടും എന്താണ് ആയത്തുൽ കുർസി വളരെ ശ്രേഷ്ഠമാണ്. പിന്നെ ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിന്റെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള പേരുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അൽ ഇസ്മുല്ലാഹൽ അഅ്ദം. ഓക്കെ, അൽ ഇസ്മു, അള്ളാഹുവിന്റെ പേരിൽ അൽ അഅ്ദം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പേരുകൾ പറയുന്ന ആയത്താണ്. ഏതൊക്കെയാണത്? അൽ ഹൈ, അൽ ഖയ്യൂം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ശരിക്കും ഗ്രാൻഡസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അഅ്ദമായിട്ടുള്ള പേരുകൾ പറയുന്ന ആയത്തും കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. അസ്മാ ബിൻത്ത് യസീദ് റളിയല്ലാഹു അൻഹ, അദ്ദേഹത്തെ അസ്മാ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മഹത്തായ നാമം ഈ 2 ആയത്തുകളിലാണ് ഉള്ളത്. അതിൽ 2 ആയത്തുകളാ പറയുന്നത്. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 163, ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. പിന്നെ അവനല്ലാതെ അതായത് സൂറത്ത് ആൽ ഇംറാന്റെ സ്റ്റാർട്ടിങ്, അതായത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അപ്പൊ അള്ളാഹുവിന്റെ മഹത്തായ 2 നാമങ്ങൾ പറഞ്ഞ 2 ആയത്തുകളാണ്. അതിൽ ഒന്ന് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൽ ഇംറാനിലെ ആദ്യത്തെ ആയത്തിലെ രണ്ടാമത്തെ ആയത്ത്, അതായത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവിടെ അള്ളാഹുവിന്റെ 2 മഹത്തായ നാമങ്ങൾ, അതായത് ഈ സൂറത്ത് ആയത്തുൽ കുർസിയിൽ വരുന്ന അതേ 2 നാമങ്ങൾ, അൽ ഹയ്യ് വൽ ഖയ്യൂം. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഹൈ വൽ ഖയ്യൂം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നാമങ്ങളാണ്. ഞാൻ കുറച്ചു മുമ്പ് ആയത്തുൽ കുർസിനെ കുറിച്ച് എന്ത് പറഞ്ഞു അതേപോലെ ഞാൻ പറയാണ്, അൽ ഹൈ അൽ ഖയ്യൂം. അള്ളാഹുവിന്റെ ഏത് നാമങ്ങളായിക്കോട്ടെ അതിനെ ഉൾക്കൊള്ളാൻ, സുബ്ഹാനല്ലാഹ്, അതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ ഏറ്റവും ആദ്യം നമ്മൾ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ, അത് ആഗ്രഹിക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്തറിയണം, ഇതിന് നമുക്കൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഒരു ഡെപ്ത്, അത്രയും ഒരു മഹത്വമേറിയ എന്തൊക്കെയോ ഈ നാമങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് നമുക്ക് അറിയുമ്പോഴേ നമ്മൾ അത് ആഗ്രഹിക്കുള്ളൂ, അല്ലെ? പൊതുവേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അസ്മാൽ ഹുസ്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരുകൾ പഠിക്കുക, അത് പറ്റുമെങ്കിൽ ചിലപ്പം ബിദഅത്തിയായിട്ടുള്ള രീതിയിൽ അത് ഇത്ര സമയം ഇത്ര പ്രാവശ്യം ചൊല്ലിയ ഇന്ന കാര്യങ്ങൾ നടക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ അത് ഫുള്ള് ബൈഹാർട്ട് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അത് ദുആകളിൽ ഉൾപ്പെടുത്താം. ഇതൊക്കെ അൽഹംദുലില്ലാഹ് അതിന്റെ ഓരോ ലെവലുകളാണ്. പിന്നെ അടുത്ത ലെവലിലേക്ക് ഒരു പക്ഷെ നമ്മൾ അതിന്റെ അർത്ഥം അറിയാം, അർത്ഥം ഉൾക്കൊണ്ട് ദുആ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതിനേക്കാളും ഒക്കെ അപ്പുറത്ത് ഓരോ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നാമങ്ങൾക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ വൊക്കാബുലറി, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ അപ്പുറത്തുള്ള ഒരു മഹത്വം ഉണ്ട്, അപ്പുറത്തൊരു ഡെപ്ത് ഉണ്ട്. ഓരോ നാമങ്ങളിലും നമ്മളെ ഈ മുത്തും പഴവും പെറുക്കാന്ന് പറയുന്നത് പോലെ അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ലെവലുകൾ ഓരോ നാമത്തിനുണ്ട്. എനിക്ക് എന്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ ശരിക്കും പ്രയാസമുണ്ട്, മനസ്സിലായോ? അപ്പം ആ ഒരു നാമത്തിനെ നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതത്തിന് തന്നെ ഭയങ്കര മാറ്റമായിരിക്കും. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ബന്ധത്തിന് ഭയങ്കര മാറ്റമായിരിക്കും. അസ്മാൽ ഹുസ്ന ഒരു സീരീസ് സൈഡിൽ കൂടെ പോണതായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരുപാട് സ്പീഡിലൊന്നല്ല, വളരെ സ്ലോ ആയിട്ട് പോണ കാര്യമാണ്. അവിടെ നമ്മൾ ഇതുവരെ എടുത്തു വെച്ച പേരുകളിൽ അൽ ഹയ്യും അൽ ഖയ്യൂമും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ് സെപ്പറേറ്റ് പറ്റുമെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, യൂട്യൂബിൽ നിങ്ങൾ കേട്ട് നോക്കുക. ആ അസ്മാൽ ഹുസ്നയിൽ ഓരോ പേരുകൾ എടുക്കുമ്പോഴും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു അത്. കാരണം നമുക്കറിയാം, ചില പേരുകൾ കേൾക്കുമ്പം ഇതിപ്പോ നമ്മളൊരു അർത്ഥം പറഞ്ഞു പോകുന്നതിനപ്പുറം, അല്ലെങ്കിൽ ഇത് ചേർത്ത് ദുആ ചെയ്യുമ്പം നമുക്ക് ഓക്കെ ഇന്നതാണ് എന്ന് മനസ്സിലാക്കി ദുആ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അതിലേക്ക് എത്താൻ അല്ലെ നമുക്ക്, അതായത് ഈ സംഭവങ്ങളൊക്കെ അതിന്റെ പേരുകളും അതിന്റെ അർത്ഥങ്ങളും ഉൾക്കൊള്ളാന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബുദ്ധിന്റെ ലെവലോ, അല്ലെങ്കിൽ എനിക്ക് കുറെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാനിത് പഠിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാവുന്നുള്ളതല്ല. ആ അള്ളാഹുവിന്റെ ആ പേരുകളുടെ ശരിക്കുള്ള ആ ഒരു നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് ആ ലെവലിലേക്ക് എത്തിയവരായിരിക്കണം. നമ്മളുടെ അറിവ് അമലിലേക്ക് മാറ്റി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് എത്രത്തോളം നമ്മൾ അടുക്കുന്നോ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓരോ പേരുകളും നമുക്ക് ഉണ്ടാക്കുന്ന ഫീലിംഗ് വേറെ തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വീണ്ടും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വേറെ തന്നെയായിരിക്കും. അപ്പം നമ്മൾ അതിന് ഡിസേർവ് ചെയ്യണം എന്നുള്ളതാണ് ബേസിക്കലി. ബുദ്ധിയോ നമ്മുടെ ബൈഹാർട്ടിങ് കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ദുആയിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതൊക്കെക്കാളും അപ്പുറത്ത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ പേരിന്റെ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും അർത്ഥം ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ആളുകളാവണം.
ഓക്കെ. അപ്പം ഒരിക്കലും അസ്മാൽ ഹുസ്ന, എനിക്ക് അസ്മാൽ ഹുസ്ന ഫുൾ അറിയാം, അല്ലെങ്കിൽ അതിന്റെ മീനിങ്സ് മൊത്തം അറിയാം, അതിലെ ആ പേരുകൾ ഉപയോഗിച്ച് എനിക്ക് ദുആ ചെയ്യാൻ അറിയാം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പോകുന്ന ആളുകളാവരുത് നമ്മൾ. നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ആ ഒരു ത്വര, റബ്ബേ ഇതിന് അതിന് അടുത്ത ലെവൽ എന്തോ ഉണ്ട്, അതിലേക്ക് എനിക്ക് എത്തണം, ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ അത് നമ്മളടുത്ത് ദുആ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത് നമ്മൾ ഒരു അപ്പീലായിട്ട് അള്ളാഹുവിന്റെ അടുത്ത് കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ ഒരു എളുപ്പം നമ്മളിലേക്ക് എത്തിച്ചു തരും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്തിച്ചു തരട്ടെ. അപ്പം അത്രയും എന്താ പറയാ, ഭയങ്കരമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ നാമങ്ങളുടെ ആ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ അൽ ഹൈ, അൽ ഖയ്യൂം എന്നുള്ള പേരുകൾ പഠിക്കാൻ പോവാണ്. അപ്പം ഈ അൽ ഹൈ, അൽ ഖയ്യൂം എന്നുള്ള പേരുകളെ കുറിച്ച് നമ്മൾ അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹയുടെ ഒരു റിപ്പോർട്ട് കണ്ടു. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം പറയുന്നുണ്ട്. അതായത് ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ഹദീസാണ്. അതിനകത്ത് ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ, അതായത് അൽ ഹൈ, അൽ ഖയ്യൂം ഉപയോഗിച്ച് ദുആ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ അതിന് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ് ബിസ്മിഹി لقد دعا الله باسمه العظيم الذي إذا دعي به أجاب وإذا سئل به أعطى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ അതിമഹത്തായ നാമം കൊണ്ടാണ് അവൻ ചോദിച്ചിട്ടുള്ളത്. ആരെങ്കിലും അത് മുഖേന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവന് ഉത്തരം നൽകുന്നതാണ്. അത് മുഖേന അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അവന് അത് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങളാണ് അൽ ഹൈ വൽ ഖയ്യൂം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുപയോഗിച്ച് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ. നമ്മൾക്ക് ഈ ഒരു പാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നമ്മൾ ഹാപ്പി ആയില്ലേ. നമ്മൾ പിന്നെ എല്ലാ ദുആയിലും അൽ ഹൈ അൽ ഖയ്യൂം വെച്ച് അങ്ങോട്ട് ദുആ ചെയ്താൽ മതി, അപ്പോഴേക്കും ഉത്തരം കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അതിന് പോലും പല ലെവലുകളുണ്ട്. ഹൈനെ ശരിക്കും നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ അൽ ഹൈ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേര് ഉപയോഗിച്ച് ദുആ ചെയ്യുന്നതും ജസ്റ്റ് ഓക്കെ. ഈ ഒരു ഹദീസ് ഞാൻ കേട്ടു, അൽ ഹൈ അള്ളാഹു അൽ ഹൈ അൽ ഖയ്യൂമായ റബ്ബേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത് തമ്മിൽ ശരിക്കും വ്യത്യാസമുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ദീനിന്റെ കാര്യത്തിൽ എപ്പോഴും എന്തൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇതിന് പല ലെവലുകളുണ്ട്. സ്വർഗത്തിന് എത്ര ദറജകളുണ്ടെന്ന് അല്ലെ, ഓരോ കാര്യത്തിലും എത്ര ദറജകളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട്. അപ്പം ഏറ്റവും ഉയർന്ന ദറജയിൽ എനിക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റണം, അതിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് അവിടെയും ഏറ്റവും വലിയ ദറജ എത്താനുള്ള നമ്മൾ ഡിസേർവ് ചെയ്യുന്നുള്ളൂ, അർഹിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ആ ഒരു ആഗ്രഹം മനസ്സിൽ വരണം. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ ഈ നാമങ്ങൾ ഉപയോഗിച്ച് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദ്വാകൾക്ക് ഉത്തരം കിട്ടും. മാത്രമല്ല അള്ളാഹു നമ്മുടെ ദ്വാകൾ നിരസിക്കുകയില്ല ഈ നാമങ്ങൾ വെച്ച് ദ്വാ ചെയ്യുമ്പോൾ. അൽ ഹൈ അൽ ഖയ്യൂം എന്ന് പറയുന്നത് ഈ ഒരു ആയത്തിലും എന്താണ് നമ്മൾ അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹയുടെ ഹദീസിനകത്ത് കണ്ടു, സൂറ ആൽ ഇംറാനിലുണ്ട്, അതേപോലെ ആയത്തുൽ കുർസിയിലും ഈ പേരുകൾ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ആയത്ത് എന്ന് പറയുന്നത് അത് ഭയങ്കര മഹത്വമേറിയതാണ്. കാരണം അത് അള്ളാഹുവിന്റെ മഹത്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, അള്ളാഹുവിന്റെ ഏകത്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്ലസ് അത് നമുക്ക് ഇഹലോകത്ത് സംരക്ഷണമാണ് ആയത്തുൽ കുർസി, അതുപോലെ പരലോകത്തും നമുക്ക് സംരക്ഷണമാണ്. നമ്മളുടെ സ്വർഗത്തിന്റെ പ്രവേശനത്തിന് ഒരു കാരണം കൂടിയാണ് ആയത്തുൽ കുർസി. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹദീസ് തബ്രാനി റിപ്പോർട്ട് ചെയ്ത് അൽബാനി സ്വഹീഹാക്കിയ ഒരു ഹദീസാണ്. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്ര കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്. ആരെങ്കിലും ഓരോ ഫർദ് നമസ്കാര ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നുവെങ്കിൽ അവനും സ്വർഗത്തിനും ഇടയിൽ തടസ്സമായി അവൻ മരണപ്പെടുക എന്നതല്ലാതെ യാതൊന്നുമില്ല. ഒരു പക്ഷെ നമ്മളെല്ലാവരും അല്ലെ ഇതൊരു ശീലമാക്കിയ ആളുകളായിരിക്കാം. ഇല്ലാത്തവരുടെ നമ്മൾ ഫർദ് നമസ്കാരത്തിന് ശേഷം അല്ലെ സലാം വീട്ടി നമ്മൾ അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് ഒക്കെ പറയും. പക്ഷെ വേറെ കാര്യങ്ങൾ, അതായത് സംസാരങ്ങളും അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും റിപ്ലൈ കൊടുക്കലും ഫോൺ എടുക്കലും ഒന്നും ചെയ്യാതെ തന്നെ ആ ഇരുത്തത്തിൽ ഫർദ് നമസ്കാരത്തിന്റെ ഇരുത്തത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനും അവന്റെ സ്വർഗത്തിനിടയിൽ മരണമല്ലാതെ യാതൊരു തടസ്സവും ഇല്ല എന്ന് പറഞ്ഞത്. അതായത് അപ്പൊ തന്നെ അവൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇത് എപ്പോഴെങ്കിലും തോന്നിയ പോലെ ചൊല്ലാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, കൺസിസ്റ്റന്റ് ആയിട്ട്. അതായത് നമ്മളിപ്പോ ഒരു ദിവസം ഞാൻ ഫജ്റിലും അസറിലും ചൊല്ലിന ബാക്കി വക്തിലൊന്നും വേണ്ട എന്ന് പറയില്ല. എല്ലാ വക്തിലും അതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് അതൊരു ഹാബിറ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ സ്വർഗത്തിന് അത് മതി എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അങ്ങനെ കൂട്ടത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ നമുക്കറിയാം ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ആയത്തുൽ കുർസി അല്ലെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് നമ്മൾ മുമ്പ് പല സാഹചര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പോവാം.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കല് സക്കാത്തിന് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സെക്യൂരിറ്റി ആയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ബൈത്തുൽ ആൾക്കാർ കൊടുത്ത സക്കാത്ത് ഫുഡായിട്ടും പല കാര്യങ്ങളായിട്ടുള്ളത് സെക്യൂരിറ്റി ആയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ ആരോ ഒരാൾ വരും. അപ്പം ഇത് കക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടിക്കും. അപ്പം പറയും, നിന്നെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പം പറയും, ഇല്ല എന്നെ വിടണം, ഞാൻ ഭയങ്കര പാവാണ്, ഭയങ്കര ആവശ്യക്കാരനാണ്, എന്റെ അവസ്ഥ ഭയങ്കര മോശമായതുകൊണ്ടാണ്, ഇനി ഞാൻ വരൂല എന്നൊക്കെ പറയുമ്പോൾ അബൂ ഹുറൈറക്ക് പാവം തോന്നിയിട്ട് വിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേ ദിവസം വന്നിട്ട് ചോദിക്കും, എന്താണ് നിന്റെ പ്രിസണർ അല്ലെങ്കിൽ നിന്റെ തടവുകാരന്റെ അവസ്ഥ എന്ന് ചോദിക്കും. അന്നേരം പറയും, എനിക്ക് പാവം തോന്നി, ഞാൻ അവനെ വിട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവൻ ഇനിയും വരും. പിറ്റേ ദിവസം അതേപോലെ വരും, ഇതേ സംഭവങ്ങൾ നടക്കും. അങ്ങനെ 3 ദിവസം ഇത് തന്നെ നടക്കും. അപ്പം അങ്ങനെ 3ാമത്തെ ദിവസം ഇതേപോലെ ഇയാള് വന്നിട്ട് പറയുമ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, ഇനിയിപ്പോ എന്തായാലും നിന്നെ ഞാൻ വിടാൻ പോണില്ല. അപ്പം വന്നതാരാണോ ആ വ്യക്തി പറയും, ഞാൻ നിന്നെ ഒരു നല്ല കാര്യം പഠിപ്പിച്ചു തരാം. നീ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ്, വിരിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്താൽ പ്രഭാതം വരെ നിനക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും. നേരം വെളുക്കുന്നത് വരെ ശൈത്താൻ നിന്റെ അടുത്ത് പ്രവേശിക്കുകയുമില്ല. അപ്പം ഇത് കേട്ടപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും അദ്ദേഹത്തിനെ വെറുതെ വിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, കഴിഞ്ഞ രാത്രി അയാൾ എന്താ ചെയ്തത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഒരു കാര്യം പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയും, അവൻ കള്ളനാണെങ്കിലും നിന്നോട് അവൻ സത്യം പറഞ്ഞു. ഓക്കെ, അബൂ ഹുറൈറ, നിന്നെ 3 ദിവസം രാത്രി സംസാരിച്ചത് ആരാന്നറിയോ? അത് ശൈത്താനാണ്. അപ്പം ശൈത്താനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അപ്രൂവ് ചെയ്തത് കൊണ്ട് ഈ ഒരു കാര്യം അല്ലെ, രാത്രിയിൽ നമ്മൾ ആയത്തുൽ കുർസി ഓതി കിടന്നു കഴിഞ്ഞാല് സംരക്ഷണമാണ്, ശൈത്താന് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ പറ്റൂല എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു ഹദീസ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ശൈത്താന് മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്ന ആൾക്കാരെ ഇടങ്ങാറാക്കുകയും ആൾക്കാരെ സമ്പത്ത് നശിപ്പിക്കുകയൊക്കെ ചെയ്യാനും പറ്റും അല്ലെ. അപ്പം എന്തെന്നാണെങ്കിലും നമുക്ക് പ്രൊട്ടക്ഷൻ എന്തുണ്ട്? ആയത്തുൽ കുർസി ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്തൊരു പ്രയാസം ഉണ്ടാവുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു അപകടം പറ്റിയേക്കുമോ അല്ലെങ്കിൽ പേടി തോന്നുന്ന സിറ്റുവേഷൻസിൽ, ഇപ്പൊ രാത്രിയിലൊക്കെ വീട്ടിൽ ഒറ്റക്കൊക്കെ ആണെങ്കിൽ പേടിയുള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള പേടികൾ ഉണ്ടാവും. ഞാൻ എക്സാമ്പിൾ ഒന്നും പറഞ്ഞ ആരെയും പേടിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ എന്തൊരു സംഭവം നടക്കുകയാണെങ്കിലും, ഈവൻ ശരിക്കും ചില സ്ഥലങ്ങളിൽ ആ ഒരു ജിൻ ഇൻഫ്ലുവൻസും ജിൻ പൊസഷനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ പല രീതിയിൽ പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും നടക്കുന്നതൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയത്തുൽ കുർസി മതി. ഓക്കെ, നമ്മളെ ശൈത്താനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ അത് മാത്രം മതി. ഒരു ഉപദ്രവവും നമ്മളെ വരുത്താൻ ആയത്തുൽ കുർസി ഉണ്ടെങ്കിൽ പറ്റൂല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെല്ലാം ഒരേ സ്വരത്തിൽ ഖുർആനിൽ അതുപോലെ ആയത്തുൽ കുർസി പോലെ വേറൊരു ആയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരായത്തും അതത്രയും അതിന്റെ വെയിറ്റിലും ഡെപ്തിലും മീനിങ്ങിലും അത്രയും വരുന്ന വേറൊരു ആയത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിന്റെ അർത്ഥത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ശരിക്കും ഒരുപാട് വ്യാപ്തിയുള്ള കാര്യങ്ങളാണ് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് ഞാൻ പറയാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. അതിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ നമുക്ക് പ്രാപ്തിയും തരട്ടെ അല്ലെ. നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ച് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി പോകുമ്പോൾ ശരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മളെ അടുത്ത ലെവൽ അറിവിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഡിസേർവ് ചെയ്യിക്കുകയാണ്. ഓക്കെ, അത് ഒരിക്കലും നമ്മൾ അറിവ് നേടിയത് കൊണ്ട് കൂടുതൽ അറിവ് നേടാനുള്ള അർഹത ഉണ്ടാവുക എന്നുള്ളതല്ല. അറിവ് നേടി അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ലെവൽ അറിവിന് നമ്മൾ അർഹരാവുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ, അറിവ് നേടി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു സംഭവം, അതൊരിക്കലും മിസ്സാക്കാതെ നോക്കേണ്ടത് നമ്മളെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആയത്തിലേക്ക് കടക്കാം. ഇതുവരെ നമ്മൾ ആയത്തിലേക്ക് കടന്നിട്ടില്ല അല്ലെ. അപ്പം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു ആണ് അള്ളാഹു അവൻ അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേഴ്സണൽ ആയിട്ടുള്ള പേരാണ്. അള്ളാഹു മാത്രമുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെ അള്ളാഹുവിന്റെ പേരാണ്. ഇസ്മുൽ ജലാല എന്ന് പറയുന്ന പേരാണ് അള്ളാഹ് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹുന്റെ ഗ്രാൻഡ് ആയിട്ടുള്ള നെയിമാണ്. അള്ളാഹ്ക്ക് മാത്രം അർഹിക്കുന്ന ഒരു പേരാണ് അള്ളാഹ് എന്നുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വേറെ പല പേരുകളും അൽ കൂട്ടാതെയൊക്കെ മനുഷ്യന്മാർക്ക് ഇടാം എന്നുള്ള ഇത് നമുക്കറിയാം അല്ലെ. അഖീദ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പല പേരുകളും എന്നാ പാടില്ലാത്ത പേരും ഉണ്ട് കേട്ടോ. അപ്പൊ അള്ളാഹ് എന്നുള്ള പേര് അത് അള്ളാഹ്ക്ക് മാത്രം അർഹിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു പേര് വേറൊരാൾക്കും കൊടുക്കാൻ പറ്റില്ല. അള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഇലാഹ് എന്നാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം അല്ലെങ്കിൽ ആരാധ്യൻ. ഓക്കെ,
ട്രൂ ആയിട്ടുള്ള, സത്യമായിട്ടുള്ള, ഹക്കായിട്ടുള്ള ദൈവം ഒന്നേ ഉള്ളൂ. അതാരാണ്? അള്ളാഹു. അള്ളാഹുവിനെ കൂടാതെ വേറെ ദൈവങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആ ഒരു ടൈറ്റിലിന്, ആ ഒരു പേരിന് അള്ളാഹു അല്ലാതെ വേറൊരാളും അർഹിക്കുന്നില്ല. അപ്പോ അള്ളാഹ് ലാ ഇലാഹ, ദൈവമില്ല അല്ലെങ്കിൽ ആരാധനയില്ല, ഇല്ലാഹു അവനെ കൂടാതെ. ആരാധന അവൻ മാത്രമേ അർഹിക്കുന്നുള്ളൂ. അല്ലെ? ഒരു മനുഷ്യജീവിയും ഒരു ഗ്രഹങ്ങളും ഒരു നക്ഷത്രങ്ങളും ഒരു പർവ്വതവും ഒരു മൃഗവും ഒരു മലയും ഒന്നും നമ്മളുടെ ഒരു തരത്തിലുള്ള ആരാധനയും അർഹിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഈ ആരാധന എന്നൊക്കെ പറയുമ്പം ഇതൊക്കെ ഭയങ്കര ബ്രോഡായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. പക്ഷെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് പറയാണ്. അഖീദ ക്ലാസ്സുകൾ കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സീരീസ് എടുത്ത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു തൗഹീദിന്റെ പല ആസ്പെക്ട്സ് പറയുന്നുണ്ട് അല്ലെ. അവിടെ ആരാധ്യൻ അള്ളാഹ് മാത്രമാണെന്ന് പറയുമ്പോൾ തൗഹീദ് അൽ ഉലൂഹിയ്യയുടെ ഭാഗമായിട്ട് കുറെ പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട്. സ്നേഹം, ഭയം, അല്ലെ, അനുസരണ, ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രം അർഹിക്കുന്നതാണ്. ഇത് അള്ളാഹ്ക്ക് അല്ലാണ്ട് നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും അവിടെയും അള്ളാഹുവിനുള്ള ഇബാദത്തിലുള്ള ശിർക്കാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിപ്പോ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളിപ്പോ വേറെ മനുഷ്യന്മാരെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും മരത്തിനെയും ഒന്നും നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ അല്ലെ. അപ്പൊ നമ്മൾ തൗഹീദിന്റെ ആൾക്കാരൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ ഓരോ ആസ്പെക്ട്സ് മനസ്സിലാക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ പല രീതിയിൽ ഈ ശിർക്കുകൾ കടന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈവൻ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചും ആയത്തുൽ കുർസിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്. നമ്മൾ ജീവിതം കൊണ്ട് മുഴുവനും പഠിച്ചാലും അതിന് വേറൊരു ലെവലുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രവൃത്തികൾ കൊണ്ട് എത്രത്തോളം നമ്മൾ പ്രവൃത്തികളിലേക്ക് നമ്മൾ തൗഹീദ് കൊണ്ടുവരുന്നോ അത്രത്തോളം നമുക്ക് അതിന്റെ അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകാനുള്ള അർഹതയും ഭാഗ്യവും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ശരിക്കും നമ്മൾ കേൾക്കുന്ന ഓരോ എൽമും അത് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്പം പ്രാവർത്തികമാക്കാൻ നമ്മൾ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത ലെവൽ എക്സാമിന് ഫെയിൽ ആവാൻ വേണ്ടി തീരുമാനിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. കാരണം അവിടെ ഒരു അടുത്ത ലെവൽ എല്ലാത്തിനും ഉണ്ട്. അപ്പൊ ഇതിൽ പോലും നമ്മളില്ലേ ചിലത് കേൾക്കുമ്പോൾ അത് എന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ ശരിക്കും അതിനപ്പുറത്തേക്കുള്ള എല്ലാ ലെവലും നമ്മൾ മിസ്സാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകൾ പെടുന്നതിനെ പോട്ട് കാത്തു രക്ഷിക്കുമാറാട്ടെ. അള്ളാഹു തരുന്ന ഓരോ ഇൽമും അത് വളരെ പ്രീഷ്യസ് ആയിട്ട് കണ്ട് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുക, അതുവഴി അള്ളാഹുവിന്റെ അടുത്തടുത്ത ഇൽമുകളും അടുത്തടുത്ത ലെവലുകളും ഓരോ കാര്യത്തിലും പ്രത്യേകിച്ച് തൗഹീദിന്റെ കാര്യത്തിൽ എത്താനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. അപ്പം നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യജീവിയും ഒരു മൃഗവും ഒന്നും ആരാധനയ്ക്ക് അർഹനല്ല. ആരാധന എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതെന്താന്ന് മനസ്സിലാക്കുക തന്നെ വേണം കേട്ടോ. ഇൻഷാ അല്ലാഹ് പറ്റുന്നവർക്ക് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് അതുപോലെ തൗഹീദിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അത് പഠിക്കുകയും വേണം, മനസ്സിലാക്കുകയും വേണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി ആരൊക്കെ എത്ര പവർഫുൾ ആയിക്കോട്ടെ, എത്ര നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന എന്തൊക്കെ ജീവികൾ ഉണ്ടായിക്കോട്ടെ, സുബ്ഹാനല്ലാഹ്, ഒരു തരത്തിലുള്ള സൃഷ്ടികളും ആരാധനയ്ക്ക് അർഹനാവുന്നില്ല. അത് അള്ളാഹു മാത്രമാണ്. അവൻ മാത്രമാണ് ഏകനായ ഇലാഹ്. ബാക്കിയെല്ലാം എന്താണ്? ഫൽക്കുകളാണ് അല്ലെ. ബാക്കി എല്ലാം അള്ളാഹു അല്ലാത്തതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. സുബ്ഹാനല്ലാഹ്. ഇലാഹ് എന്ന് പറയുന്ന വാക്ക് ഹംസ ലാം ഹ അൽഹ എന്ന് പറഞ്ഞാൽ ഇബാദ ചെയ്യുക, വർഷിപ്പ് ചെയ്യുക, ആരാധന ചെയ്യുക എന്നുള്ളതാണ്. അതായത് എന്തിനെങ്കിലും ഒന്നിനോട് ഡെഡിക്കേഷൻ, കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, കംപ്ലീറ്റ് ഹ്യൂമിലിറ്റി, അതായത് അങ്ങേയറ്റം കീഴൊതുങ്ങി താഴ്ന്ന് വണങ്ങി വിനയാന്വിതരായിട്ട് കാണിക്കുക വേറെ എന്തിനോടെങ്കിലും അങ്ങേയറ്റം അടിമപ്പെടുക. ഓക്കെ, എന്താണോ പറയുന്നത് അത് അതേപോലെ ഒറ്റ വാക്കിൽ തെറ്റാതെ അങ്ങോട്ട് ഫുള്ളായിട്ട് സമർപ്പിക്കുക. ശരിക്കും നമ്മളൊന്നും ഇതുവരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലാത്ത ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് അലഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ് അത്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുന്ന, കംപ്ലീറ്റ് ആയിട്ട് അവന് കീഴൊതുങ്ങുന്ന ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അപ്പൊ അള്ളാഹ് അവനാണ് ഇലാഹ്. സുബ്ഹാനല്ലാഹ്. എല്ലാ സൃഷ്ടികളും കീഴൊതുങ്ങിയിരിക്കുന്നത് അവനോടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാ സൃഷ്ടികളും അവനോട് കീഴൊതുങ്ങി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആൾക്കാരോ അല്ലെ, അവിശ്വാസികളോ അല്ലെ, ഈത്തിസ്റ്റുകളെ പോലെയുള്ള അല്ലെ ദൈവമേ ഉണ്ടെന്ന് വിശ്വസിക്കാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ, അവരെങ്ങനെയാണ് അള്ളാഹുവിന് ഇങ്ങനെ കംപ്ലീറ്റ് കീഴൊതുങ്ങി എന്ന് പറയാം? അവർ കീഴൊതുങ്ങുന്നില്ലല്ലോ അല്ലെ. അപ്പൊ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് അവരുടെ ശരീരങ്ങളിലേക്കൊന്ന് നോക്കുക. സുബ്ഹാനല്ലാഹ് അല്ലെ.
അത് അവിടെ അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ട് തന്നെയാണ് ഉള്ളത്. കാരണം അള്ളാഹു അനുവദിച്ചിട്ടാണ് അവരുടെ ഹൃദയം ഇടിക്കുന്നത് അല്ലെ. അവരുടെ ശരീരത്തിന്റെ ഉള്ളില് ഡൈജഷൻ ആണോ, ശ്വാസോച്ഛ്വാസമാണോ, എന്ത് സംഭവമാണെങ്കിലും അത് നടക്കുന്നത്. അവരുടെ ഹാർട്ടും ലിവറും ലങ്സും എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് അല്ലെ. അള്ളാഹ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നിന്ന് പോകാവുന്നതേ ഉള്ളൂ. അപ്പം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കാണെങ്കിലും മനുഷ്യന്മാരായ നമുക്കെല്ലാം അള്ളാഹു കുഞ്ഞു ചോയ്സ് നമ്മളുടെ ചിന്തയിൽ അല്ലെ അല്ലെങ്കിൽ ഹൃദയത്തിൽ തന്നത് മാത്രമാണ് നമ്മൾ അത് ദുരുപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന് സറണ്ടർ ചെയ്യാതിരിക്കുന്നത്. ബാക്കി നമ്മൾ എന്ന് പറയുന്ന ആ ഒരു എക്സിസ്റ്റൻസിന്റെ കംപ്ലീറ്റ് അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, കംപ്ലീറ്റ് അല്ലെ. നമ്മളെ ബോഡി വളരുന്നത് പോലും അല്ലെ, ഒരു ചെറിയ കുട്ടി വളർന്ന് വലിയ ആളാവുന്നത് അള്ളാഹുവിന്റെ അനുവാദം ഉള്ളത് കൊണ്ടാണ്. ഒരാൾ ജനിക്കുന്നത് അള്ളാഹുവിന്റെ അനുവാദം, അള്ളാഹുവിന് സറണ്ടർ ചെയ്തുകൊണ്ടല്ലേ, അല്ലെ അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടാ ചെയ്യുന്നത്. മരിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടാ ചെയ്യുന്നത്. അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഒരു പ്രയോജനം കിട്ടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണ്. അവൻ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണ്. അല്ലെ, അവന് ഏത്തിസ്റ്റ് ആയിക്കോട്ടെ അമുസ്ലിം ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അവൻ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിയിട്ടാണ് അവന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വരുന്നതും അവന് ഓരോന്ന് സഫർ ചെയ്യുന്നതും. സുബ്ഹാനല്ലാഹ്, എല്ലാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും എല്ലാ സൃഷ്ടികളും അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയിട്ട് തന്നെയാണ് ഉള്ളത് അല്ലെ. നമുക്ക് തോന്നുകയാണ്, നമ്മുടെ അഹങ്കാരമാണ്, ഓ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടും ശരിക്കും വിവരക്കേടാണ് അത്. സുബ്ഹാനല്ലാഹ് അല്ലെ. കാരണം നമ്മളെ ശരീരം നമ്മുടെ എക്സിസ്റ്റൻസിനെ എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ എടുത്തു നോക്കുമ്പോൾ എല്ലാം അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയിട്ടുള്ളത്. നമുക്ക് അള്ളാഹു തന്ന ഒരു കുഞ്ഞു സ്പേസ് ആണ് അല്ലെ, ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കാനുള്ള വളരെ കുഞ്ഞു സ്പേസ്. അത് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അള്ളാഹ്ക്ക് ധിക്കാരം കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തൊരു ജീവികളാണെങ്കിലും, വണ്ടാണെങ്കിലും ഉറുമ്പാണെങ്കിലും മീനാണെങ്കിലും മേഘങ്ങളാണെങ്കിലും കാറ്റാണെങ്കിലും ഒക്കെ എന്താണ് അള്ളാഹു കീഴൊതുങ്ങിയിട്ടുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു തരത്തിലുള്ള സൃഷ്ടികളുമില്ല അള്ളാഹുലേക്ക് മടങ്ങാത്തത്, അള്ളാഹുലേക്ക് കീഴൊതുങ്ങാത്തത്. എന്തൊഴികെ നമ്മളുടെ ഈ അഹങ്കാരമുള്ള ഹൃദയം ഒഴികെ. സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്ക് എത്ര അടി കിട്ടിക്കഴിഞ്ഞാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും, എത്ര നിരാശയിലായി കഴിഞ്ഞാലും നമ്മളെ ഹൃദയത്തിന് പിന്നെയും മടിയാണ് റബ്ബിലേക്ക് മടങ്ങാൻ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും വിവരം കെട്ട ജീവികൾ നമ്മളല്ലേ. അപ്പം അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അവൻ മാത്രമാണ് യഥാർത്ഥനായിട്ടുള്ള ഇലാഹ്. സുബ്ഹാനല്ലാഹ്. എല്ലാ ജീവികളും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളെ മനുഷ്യന്മാരൊഴികെ. സുബ്ഹാനല്ലാഹ്. അപ്പം മനുഷ്യന്മാര് അല്ലെ, സൃഷ്ടികൾ ആരാധിക്കുന്ന പല സാധനങ്ങളും ഭൂമിയിലും ആകാശത്തും ഉണ്ടായേക്കാം അല്ലെ. ഭൂമിയിൽ പ്രത്യേകിച്ച് വിഗ്രഹങ്ങള്, മരത്തിനെ, കല്ലിനെ, മൃഗങ്ങളെ ഒക്കെ അള്ളാഹു സൃഷ്ടിച്ച പലതിനെയും ആരാധിക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. നക്ഷത്രങ്ങള് പ്രത്യേകിച്ച് നക്ഷത്രങ്ങൾക്ക് പവർ ഉണ്ടെന്നും അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ചിന്തിക്കുന്ന അവരെ ബാത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മലക്കുകളെ ബാത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെല്ലാം എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അവയൊന്നും തന്നെ ഇലാഹല്ല. ഒരേ ഒരു ഇലാഹാരാണ്, അള്ളാഹു ആണ് അല്ലെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൽ ബഖറയിൽ തന്നെ 21-ാം അധ്യായത്തിൽ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലെ, നിങ്ങൾ അള്ളാഹുവിനെ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യും. നിങ്ങളെ സൃഷ്ടിച്ചവനായ അല്ലെ. അല്ലാണ്ട് നക്ഷത്രങ്ങളല്ല നിങ്ങളെ സൃഷ്ടിച്ചത്, പുഴയല്ല നിങ്ങളെ സൃഷ്ടിച്ചത്, കല്ലല്ല നിങ്ങളെ സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്ത് ആരാ അർഹിക്കുന്നത്? നിങ്ങളുടെ റബ്ബ്. എല്ലാം സൃഷ്ടിച്ചവനായ, എല്ലാം ഓൺ ചെയ്യുന്നവനായ, എല്ലാം നിലനിർത്തുന്നവനായ റബ്ബാണ് നിങ്ങളുടെ ഇബാദത്ത് അർഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അവനിലാണ് അല്ലെ. നമ്മൾ എല്ലാവരും അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അള്ളാഹുൽ അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബ്, നിങ്ങളുടെ മുമ്പുള്ളതിനെയും സൃഷ്ടിച്ചവനായ റബ്ബ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവനെ അല്ലാത്ത എന്തിനെങ്കിലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, ഞാൻ വീണ്ടും പറയണ തൗഹീദ് അൽ ഇബാദ, തൗഹീദ് അൽ ഉബൂദിയ്യയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അവനെ അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിനെ അവനേക്കാളും മേലെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവനേക്കാളും മേലെ നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ, അവനേക്കാളും മേലെ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അതൊക്കെ എന്താണ്? ബാത്തിലാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. പലപ്പോഴും നമ്മൾ പോലും, നമ്മൾ ഇനിയിപ്പോ ഒന്നിനെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഫ്സ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയായ നമ്മുടെ നഫ്സിനെ അനുസരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ അത് ശരിക്കും ബാത്തിലായിട്ടുള്ള, വെറും ഫ്രൂട്ട്ലെസ് ആയിട്ടുള്ള, ഒരു ഗുണമില്ലാത്ത കാര്യമാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും പലപ്പോഴും നമ്മുടെ നഫ്സിനനുസരിക്കുന്നവരാണ് അല്ലെ. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര തൗഹീദിന്റെ ആൾക്കാരാണ്, പക്ഷെ നമ്മുടെ നഫ്സാണ്. അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാത്തിലാണ്, ഫാൾസ് ആണ്. സുബ്ഹാനല്ലാഹ്. ട്രൂ ഗോഡ് അല്ലെങ്കിൽ ട്രൂ ഇലാഹ് എന്ന് പറയുന്നത് അവൻ മാത്രമാണ്. സൂറ ഹജ്ജില്
62-ാമത്തെ ആയത്ത് ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു ആണ് സത്യമായിട്ടുള്ളവൻ. സുബ്ഹാനല്ലാഹ് അല്ലെ, ഒരേ ഒരു ശരി, ഒരേ ഒരു സത്യമായിട്ടുള്ള ദൈവം എന്ന് പറയുന്നത് അള്ളാഹു ആണ്. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. അവന് പുറമെ അവർ ഏതൊന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ അത് തന്നെയാണ് നിരർത്ഥകമായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒരർത്ഥവും ഇല്ലാത്തത്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തുകൊണ്ടാണ് അള്ളാഹു മാത്രമാണ് ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത്? അപ്പം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലേ, അതിന്റെ റീസൺ എന്താണ്? അവൻ എന്താണ്? അൽ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്. സുബ്ഹാനല്ലാഹ്, അത് മതി അവനെ ഒരേ ഒരു ഇലാഹായിട്ട് കാണാൻ. കാര്യം അൽ ഹയ്യും അൽ ഖയ്യൂമും വേറെ ഒരു സൃഷ്ടിക്കും ആവാൻ പറ്റൂല, ഒരു സൃഷ്ടിക്കും ആവാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അൽ ഹയ്യാണ്. അൽ ഹൈ എന്ന് പറയുന്നത് ഹ യ ആണ് റൂട്ട്, ഹയാത്തിൽ നിന്ന് വരുന്നതാണ്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം. ഖയ്യൂം എന്ന് പറഞ്ഞാല് ഖാഫ് വാവ് മീം, നമ്മൾ യുഖീമൂന അല്ലെ, ഇഖാമ യുഖീമൂന സ്വലാ, ഇഖാമ സ്വലാ എന്നൊക്കെ പറയുന്ന സെയിം റൂട്ടിൽ നിന്ന് തന്നെയാണ് ഖാഫ് വാവ് മീം. അത് നിൽക്കുക അല്ലെങ്കിൽ നിലനിർത്തുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അൽ ഹൈ എന്ന് പറയുന്നത് ജീവിക്കുന്നവൻ, ഓക്കെ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വയം നിലനിർത്തിയവനും എല്ലാത്തിനെയും നിലനിർത്തുന്നവനും. ഓക്കെ, അതാണ് ജസ്റ്റ് മീനിങ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഓരോ പേരുകൾ എടുക്കുമ്പോഴും അതിന് പല പല ലെവലുകളുണ്ട്. അപ്പം അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇതാണ്: ജീവിക്കുന്നവൻ, എന്നെന്നും ജീവിക്കുന്നവൻ. അൽ ഖയ്യൂം എന്ന് പറയുമ്പോൾ നിലനിർത്തുന്നവൻ അല്ലെങ്കിൽ എല്ലാത്തിനെയും നിലനിർത്തുന്നവൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അൽ ഹൈ എന്നുള്ള നാമം ആദ്യം നോക്കാം, അതിനുശേഷം അൽ ഖയ്യൂം നോക്കാം. ഈ അർത്ഥങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നാമങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി പറയാം. ഈ രണ്ട് പേരുകൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മോസ്റ്റ് പെർഫെക്റ്റ് ആട്രിബ്യൂട്ട്സ്, അതായത് ഏറ്റവും പെർഫെക്റ്റ് ആയ, പെർഫെക്റ്റ് എന്നുള്ള വാക്കിന് നമ്മൾ മലയാളത്തിൽ ഇപ്പൊ എന്താ പറയാ, പരിപൂർണമായതെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും പരിപൂർണമായ സിഫാത്തുകളും അതേപോലെ മോസ്റ്റ് പെർഫെക്റ്റ് ആക്ഷൻസ്, ഏറ്റവും പരിപൂർണമായ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളും, ഇത് രണ്ടും കൂടെ ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിന്റെ അൽ ഹൈ അൽ ഖയ്യൂം എന്നുള്ള പേരുകൾ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം, ഓക്കെ, മനസ്സിലാക്കാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അള്ളാഹുവിന്റെ സിഫാത്തുകൾ, ആട്രിബ്യൂട്ട്സും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആക്ഷൻസും പ്രവർത്തനങ്ങളും, ഇത് രണ്ടും കൂടിയതാണ് അൽ ഹൈ അൽ ഖയ്യൂം എന്നുള്ള പേരുകൾ. ഇനി ഈ ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ സിഫാത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്വാളിറ്റി അല്ലെ, സ്വഭാവം, ഗുണം എന്നൊക്കെ പറയാം നമുക്ക്. അപ്പം അള്ളാഹിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എന്നുള്ളത് ആ ഒരു കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അൽ ഹൈ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പേരാണ്. അൽ ഖയ്യൂം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അപ്പം എന്തൊരു സാധനം എടുത്തു കഴിഞ്ഞാലും അല്ലെ, ആ സാധനത്തിന് അതിന്റെ ഒരു നേച്ചർ ഉണ്ടാവും, ഒരു ക്വാളിറ്റി ഉണ്ടാവും. അപ്പം നമ്മളിപ്പോ ഒരു തുണി എടുക്കാന്ന് വെച്ചോ, അതിനൊരു കളർ ഉണ്ട് അല്ലെ, അതെന്ത് മെറ്റീരിയൽ ആണ്, അതൊക്കെ അതിന്റെ ക്വാളിറ്റീസിൽ പെടും. അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, പക്ഷെ നമുക്കൊരു തുണീനെ ഒന്നും നമുക്ക് പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രയോജനം എന്നുള്ളത്. അതുപോലെ നമ്മൾ മനുഷ്യന്മാരെ എടുത്ത് നോക്കുമ്പോൾ അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റീസ് ഉണ്ടാവും. ഓക്കെ, നല്ല സ്വഭാവം, നല്ല സംസാരമാണ്, അല്ലെങ്കിൽ ക്ഷമയുള്ള ആളാണ്, ദയുള്ള ആളാണ് എന്നൊക്കെ പറയുന്നത് അയാളുടെ ക്വാളിറ്റീസാണ്. എന്നാൽ അവർ എല്ലാവരെയും നാട്ടുകാരെ സഹായിക്കും അല്ലെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവരവിടെ ഉണ്ടാവും. അതൊക്കെ അവരുടെ ആക്ഷൻസ് ആണ്. അപ്പൊ എന്തൊരു കാര്യത്തിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ രണ്ട് രീതിയിലായിരിക്കും: അതിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ സിഫത്തുകൾ പ്ലസ് അതിന്റെ ആക്ഷൻസ്. അപ്പം അൽ ഹൈ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ സിഫത്തുകളും അടങ്ങിയതാണ്. അൽ ഖയ്യൂം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ ആക്ഷൻസും അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അൽ ഹൈ അൽ ഖയ്യൂം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയെ കംപ്ലീറ്റ് ആയിട്ട് വിവരിക്കുന്ന രണ്ട് പേരുകളാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ, അത്രയും ഗ്രാൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അൽ ഹൈ അൽ ഖയ്യൂം വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അടുത്ത് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു ആ ദുആക്ക് ഉത്തരം നൽകാതിരിക്കുന്നു. ഇനി അൽ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ജീവിച്ചിരിക്കുന്നത്. ഓക്കെ, അത് വെറുതെ ജീവിച്ചിരിക്കുക എന്നുള്ള അർത്ഥമല്ല അൽ ഹൈക്ക് വരുന്നത്. അൽ ഹൈ എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതം ഉള്ളതെന്നാണ്. അതായത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്നത്, അതാണ് അൽ ഹൈ. അപ്പം എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ജീവിതം, ഹയാത്ത് എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആവുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ജീവിതം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു ഡെഫിഷ്യൻസിയും ഇല്ലാത്ത നിലനിൽപ്പാണ് അല്ലെ. നമുക്കൊക്കെ സുബ്ഹാനല്ലാഹ്
ഇഷ്ടംപോലെ ഡെഫിഷ്യൻസീസ് ഉണ്ട് അല്ലെ. പല പല പ്രശ്നങ്ങളാണ് നമുക്ക്, പല പല ഇല്ലായ്മകളുണ്ട് നമ്മുടെ നിലനിൽപ്പിൽ, നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹയാത്തിന് ഒരു ഡെഫിഷ്യൻസി ഇല്ല, ഒരു ഫോൾട്ട് ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല എവർ ലിവിങ് ആണ്, എപ്പോഴും നിലനിൽക്കുന്ന, എപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ്. അൽ ഹയാത്ത് അൽ കാമില, കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതമാണ്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നിലനിൽപ്പാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അവൻ മുമ്പും ജീവിച്ചിട്ടുണ്ടല്ലേ, എല്ലാത്തിന്റെയും മുമ്പും അവനുണ്ടായിരുന്നു, ഇനി എല്ലാം നശിച്ചു കഴിഞ്ഞാലും അവനുണ്ടാവും. അള്ളാഹു അല്ലാത്തതെല്ലാം ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാല് അതിന്റെ നിലനിൽപ്പ് തീരും അല്ലെ. ഒരു പോയിന്റ് കഴിഞ്ഞാൽ അതെല്ലാം നശിച്ചു പോകും. ഓരോന്നിനും ഓരോ എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലെ, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഈ ഓരോന്നിനെയും അതിന്റെ നിലനിൽപ്പിലേക്ക് കൊണ്ടുവന്നവനും അള്ളയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഇൻസാനില് ഈ ഒരു ആയത്ത് എല്ലാവർക്കും അറിയുന്നത്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ് അല്ലെ. ഒരു പക്ഷെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെന്ന് പറയുന്ന അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. ഈ പേരെടുത്ത് പറഞ്ഞാൽ ആർക്കും അറിയൂല്ലായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ. ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, നമ്മൾ എവിടെയാ നമുക്ക് അറിയാതിരുന്ന. സുബ്ഹാനല്ലാഹ്. ഭൂമിയിൽ ആർക്കും നമ്മളെ ഒരു പക്ഷേ അല്ലെ, നമ്മളെ ഒരു 40 വർഷം മുമ്പ്, 50 വർഷം മുമ്പ് ഇങ്ങനെ ഒരു വ്യക്തിയെ അറിയില്ലായിരുന്നു. അപ്പൊ നമ്മളൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ ഒരു സ്ഥലത്തും. ഒരു മനുഷ്യന്മാരും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഓരോ വ്യക്തിയും നിലനിന്നിട്ടില്ലാത്ത ഒരു കാലം, അല്ലെങ്കിൽ ഓരോ സൃഷ്ടിപ്പും നിലനിന്നിട്ടില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അതേപോലെ ഓരോ വ്യക്തിയും അവസാനിക്കുന്ന ഒരു കാലമുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ഇതിന്റെയൊക്കെ മേലെയാണ് അല്ലെ, ആദ്യവും അവസാനവും ഇല്ലാത്ത അൽ ഹൈ. അള്ളാഹു എപ്പോഴും ജീവിച്ചിരിക്കുന്നവനാണ്, എപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പം ഈ കാരണങ്ങളാല് അല്ലെ, നമ്മൾ ഹൈ എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഡെഫിഷ്യൻസിയും ഇല്ല, ഒരു കുറവുകളില്ലാത്ത ജീവിതം, അതേപോലെ എന്നെന്നും നിലനിൽക്കുന്ന ജീവിതം. ഈ കാരണങ്ങളാൽ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അൽ ഹയ്യില് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള സിഫത്തുകളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ഒരുപക്ഷെ നമുക്ക് ചിലപ്പോ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവും. ദുആ ചെയ്യുക റബ്ബിന്റെ അടുത്ത്, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാഹു അൽ ഹൈ ആയതുകൊണ്ട് തന്നെ അവന്റെ എല്ലാ സിഫത്തുകളും പെർഫെക്റ്റ് ആണ്. എന്താണ് എല്ലാ സിഫത്തുകളും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അവൻ എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലെ, അവൻ എന്നെന്നും ജീവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവന്റെ ഇൽമ്, അവന്റെ നോളജ് എന്താണ്? പെർഫെക്റ്റ് ആണ് അല്ലെ. നമ്മളെ നോളജ്, നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് ഒരു പക്ഷെ നമുക്കൊരു 40 കൊല്ലം മുമ്പ് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ല അല്ലെ. അല്ലെങ്കിൽ കുറച്ച് ചരിത്രങ്ങൾ അവിടെയും ഇവിടെയും പഠിച്ച് അതിന്റെ മുമ്പ് എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ, ചിന്തയിൽ കുറച്ചിങ്ങനെ ബാക്കോട്ട് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും ബ്ലാങ്ക് ആണ് അല്ലെ. നമുക്കറിയുന്ന വളരെ കുറച്ച് വിവരമേ നമ്മുടെ എൽമിലുള്ളൂ. ഒരിക്കലും നമ്മുടെ എൽമ പെർഫെക്റ്റ് അല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായതുകൊണ്ട് അവന്റെ എൽമ എന്താണ്? പെർഫെക്റ്റ് ആണ്. അവൻ എല്ലാ കാലഘട്ടത്തിലും എന്താ നടന്നതെന്ന് അവനറിയാം. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ ഒരു പെർഫെക്റ്റ് ആവുന്നത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? അൽ ഹയ്യിലൂടെ അല്ലെ. അൽ ഹൈ ആയതുകൊണ്ട്, എന്നെന്നും നിലനിൽക്കുന്നവനായതുകൊണ്ട് അവൻ എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ കാര്യങ്ങളെ കുറിച്ചും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൽമുണ്ട്. നമ്മളുടെ ഇൽമ ഇംപെർഫെക്റ്റ് ആണ്, ഇൻകംപ്ലീറ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. നമ്മളിനി എന്തൊക്കെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അല്ലെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെയോ പഠിക്കാൻ ശ്രമിക്കുന്നത്, പക്ഷെ ഒരു പോയിന്റ് വരും നമ്മൾ ഒന്നെങ്കിൽ മരിച്ചിട്ട് ആ അറിവൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ ബ്രെയിൻ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവർക്കാകട്ടെ നമുക്ക് ആ എൽമ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലേ. പക്ഷെ അള്ളാഹുവിന്റെ എൽമ കംപ്ലീറ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതേപോലെ നമ്മളുടെ ഓരോ സിഫത്തുകളും, ഓക്കെ, ഇപ്പൊ ഇതിപ്പോ എൽമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഒരു സിഫത്തായിട്ട്, അതുപോലെ നമ്മളുടെ ഓരോ സിഫത്തുകളും നമ്മളിങ്ങനെ അല്ലെ കാലം പോകെ അത് കുറഞ്ഞ് വീക്കൻ ചെയ്ത് ശക്തിയില്ലാണ്ട് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാലം ചെല്ലുമ്പോൾ, ഇപ്പൊ നമുക്ക് ഒരു പക്ഷെ ഒരു 50 വയസ്സ് വരെ 60 വയസ്സ് വരെ കണ്ണിന് കാഴ്ച ഉണ്ടെന്ന് നോക്കാം. അത് കഴിയുമ്പോൾ കാഴ്ച അല്ലെ, അപ്പൊ 60 വയസ്സൊന്നും അവിടെ 30 വയസ്സിലെ കാഴ്ച പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കാലം ചെല്ലുന്തോറും നമ്മളുടെ പല സിഫത്തുകളും കുറഞ്ഞു വരും അല്ലെ, കാഴ്ച കുറയും. അതുപോലെ പല കാര്യങ്ങളും, ഇപ്പൊ അറിവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ ഓരോ സിഫത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സിഫത്തുകൾ എന്താണ്? കാലം ചെല്ലുന്തോറും കുറയും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആലയെ കാലം എന്ന് പറയുന്ന ഒരു സംഭവം ബാധിക്കുകയേ ഇല്ല, വീക്കൻ ചെയ്യുകയേ ഇല്ല. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു
അൽ ഹയ്യാണ്. സുബ്ഹാനല്ലാഹ്. അവന്റെ ഖുദ്റ അല്ലെ, അവന്റെ കഴിവ് പെർഫെക്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അവൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായതുകൊണ്ട് അവൻ അന്നും ചെയ്യാൻ പറ്റും, ഇന്നും ചെയ്യാൻ പറ്റും, എപ്പോഴും ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഖുദ്റ അല്ലെ, നമ്മളെ കഴിവ് എന്താണ് അല്ലെ, ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറവും ഇല്ല, ഇപ്പുറവും ഇല്ല. പ്രായം ചെല്ലുന്തോറും നമ്മളുടെ ആ കഴിവുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. സുബ്ഹാനല്ലാഹ്. അവന്റെ കേൾവി പെർഫെക്റ്റ് ആണ് അല്ലെ, അവന്റെ അല്ലെ, അവന്റെ ബസർ അത് പെർഫെക്റ്റ് ആണ്, കാഴ്ച പെർഫെക്റ്റ് ആണ്, അവന്റെ റഹ്മ പെർഫെക്റ്റ് ആണ്, അവന്റെ ഹിക്മ പെർഫെക്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവൻ അൽ ഹൈ ആയതുകൊണ്ട് അവന്റെ എല്ലാ ക്വാളിറ്റീസും എല്ലാ സിഫത്തുകളും പെർഫെക്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അൽ ഹൈ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, സുബ്ഹാനല്ലാഹ്, അൽ ഹൈ എന്ന് പറയുന്ന ഒരു പേരിന്റെ ആ ഒരു ഡെപ്ത് എന്താ അല്ലേ. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഫുർഖാനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വതവക്കൽ, സൂറത്ത് ഫുർഖാൻ 58-ാമത്തെ ആയത്ത്, വതവക്കൽ അലൽ ഹയ്യി അല്ലദീ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹു, ഒരിക്കലും മരിക്കാത്തവനും, അവനിൽ ഭരമേൽപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും മരിക്കാത്തവൻ അല്ലെ. നമ്മള് പൊതുവെ മനുഷ്യന്മാരിലാണ് പല കാര്യങ്ങളിലും നമ്മളുടെ തവക്കുൽ അല്ലെ. ആ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ക്വാളിറ്റിയും പെർഫെക്റ്റ് അല്ലാത്ത, ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹൈ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ എല്ലാ ക്വാളിറ്റീസും പെർഫെക്റ്റ് ആണ്, അള്ളാഹുവിന്റെ അറിവ് പെർഫെക്റ്റ് ആണ്, അള്ളാഹുവിന്റെ കേൾവി പെർഫെക്റ്റ് ആണ്, അള്ളാഹുവിന്റെ കാഴ്ച പെർഫെക്റ്റ് ആണ്. ഈവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമുക്ക് അറിവ് എത്തിച്ചു തരാനുള്ള കഴിവ് പെർഫെക്റ്റ് ആണ്. അതൊരു പക്ഷേ നമുക്ക് പലർക്കും വിശ്വാസം ഇല്ലാത്തൊരു കാര്യം അല്ലെ. നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഇല്ലാത്ത മനുഷ്യന്മാരെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെ. ഓരോരുത്തരോട് ചോദിച്ച് അവരോട് ചിന്ത ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിച്ച്, എന്നാൽ എല്ലാം പെർഫെക്റ്റ് ആയ റബ്ബ് അവിടെ നമ്മളെ മുമ്പിൽ ഇതാ നിങ്ങൾ ചോദിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. നമ്മൾ ചോദിക്കൂല അല്ലെ. അൽ ഹൈ അൽ ഖയ്യൂം എന്നുള്ള പേരുകൾ ചേർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് എന്തായാലും ഉത്തരം തരുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് അല്ലെ. നമ്മൾ ഒരു അറിയാത്ത ഒരു കാര്യം റബ്ബിന്റെ അടുത്ത് ചോദിച്ചാൽ റബ്ബ് ഉത്തരം തരും എന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെ ഡിപ്പെൻഡ് ചെയ്യും, മരിച്ചു പോകുന്ന അല്ലെ. അള്ളാഹു എന്താണ്? അൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത് ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഈ ഭൂമിയിൽ ഇനി എത്ര പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനായിക്കോട്ടെ അല്ലെ, എത്ര ഇൽമുള്ള മനുഷ്യനായിക്കോട്ടെ, എത്ര അമൽ ചെയ്യുന്ന മനുഷ്യനായിക്കോട്ടെ, ഇവൻച്വലി അവസാനം അത് അവസാനിക്കുന്ന അവരുടെ ഒന്നും ഒരു ക്വാളിറ്റീസും പെർഫെക്റ്റ് അല്ല അല്ലെ. ഒരു പ്രസിഡന്റിന് ഒരു രാജ്യത്ത് എല്ലാ കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളും ഒന്നെങ്കിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ അയാളുടെയും കഴിവുകൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ഇല്ലാണ്ടായി പോകും. നമ്മൾ പല കാര്യത്തിനും സമ്പത്ത്, സ്വത്തിന്, പൈസന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആ പൈസ എന്ന് പറയുന്ന സാധനം അള്ളാഹുന്റെ സൃഷ്ടിയാണ് അല്ലെ. അള്ളാഹ്ക്ക് അത് പെട്ടെന്ന് അങ്ങ് എടുത്തു കളയാം. നമ്മൾ എന്റെ കയ്യിൽ ഇന്ന ഇത്ര സംഭവം ഇന്ന സ്ഥലത്തുണ്ട്, അതുകൊണ്ട് ഇന്നത് ചെയ്യാന്നൊക്കെ നമ്മൾ പൈസന്റെ മേലെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് അള്ളാഹ് ഉണ്ട് എനിക്കത് ചെയ്യാന്നല്ല അല്ലെ. ഇത്ര ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നത് ചെയ്യാൻ നിൽക്കുന്ന ആ സംഭവത്തിന് ആരെങ്കിലും കട്ടുകൊണ്ട് പോകാൻ അള്ളാഹ് വിചാരിച്ചാൽ പ്രയാസമുള്ള കാര്യമല്ല. അപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അള്ളാഹിന്റെ മേല് തവക്കുൽ ചെയ്യാനാണ് പറയുന്നത്. വതവക്കൽ അലൽ ഹയ്യി അല്ലദീ ലാ യമൂത്ത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇത്രയും വലിയൊരു ടൂള് നമ്മളെ കയ്യിൽ തന്നിട്ടും, അതും ഇബാദത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു തൗഹീദുൽ ഉബൂദിയ്യ പറയുമ്പം അതിനകത്തുള്ള ഒരു എലമെന്റ് ആണ് സ്നേഹവും ഭയവും അനുസരണയും ഒക്കെ പോലത്തെ ഒരു എലമെന്റ് ആണ് തവക്കുൽ എന്ന് പറയുന്നത്. അത് ഇബാദത്തിന്റെ ശരിക്കും ഏറ്റവും ബെസ്റ്റ് ഫോമാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഇബാദത്ത് ചെയ്യാൻ ദിവസത്തിൽ മുഴുവനും 24 മണിക്കൂറും എല്ലാ ദിവസവും ചാൻസ് ഉണ്ടെങ്കിലും നമ്മളുടെ തവക്കുൽ മനുഷ്യന്മാരോടാണ്, നമ്മളുടെ ചോദ്യങ്ങൾ മനുഷ്യന്മാരോടാണ്, നമ്മുടെ സംശയങ്ങൾ മനുഷ്യന്മാരോടാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇബാദത്ത് അള്ളാഹു ഇത്രയും സ്ട്രോങ് ആയിട്ട് തവക്കൽ അലൽ ഹയ്യി അല്ലദീ ലാ യമൂത്ത് നമ്മളെ അടുത്ത് പറഞ്ഞാലോ നമ്മൾ മരിച്ചു പോകുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കാനാണ് നമുക്ക് ഇഷ്ടം അല്ലെ. ക്വാളിറ്റീസ് പെർഫെക്റ്റ് അല്ലാത്ത, അറിവ് പെർഫെക്റ്റ് അല്ലാത്ത, കേൾവി പെർഫെക്റ്റ് അല്ലാത്ത ആൾക്കാരോട് ചോദിക്കാനാണ് നമുക്കിഷ്ടം. സുബ്ഹാനല്ലാഹ്. ഇത്രയും ഭംഗിയായിട്ട് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ തവക്കുൽ പോലെ വേറെ എന്ത് വേണം അല്ലെ. അപ്പം ഈ ശരിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് എന്താ നമുക്ക് നഷ്ടം വരുന്നതെന്ന് അറിയാം. നമുക്ക് അള്ളാഹിന്റെ അടുത്ത് ഇപ്പൊ ഒരു സംശയം വന്നു, നമ്മൾ അള്ളാഹിന്റെ അടുത്ത് തവക്കുൽ ചെയ്യണം, അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നതിനേക്കാൾ നമ്മൾ ഓടി നടന്ന മനുഷ്യന്മാരുടെ അടുത്ത് ചോദിക്കും. ശരിക്കും മനുഷ്യന്മാരുടെ അടുത്ത് ചോദിക്കാനുണ്ട്. കാരണം അള്ളാഹ് നമുക്ക് ചിലപ്പോൾ ഉത്തരം തരുന്നത് അവരിലൂടെ ആയിരിക്കും. പക്ഷെ നമ്മൾ അവിടെ തവക്കുൽ അവരിലാക്കുമ്പോൾ അവര് തരും ഉത്തരം, അല്ലെങ്കിൽ അവര് എന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. പൈസ ആണെങ്കിലും ഇനി നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസം, ഒരു വീടെടുക്കുന്ന പ്രയാസം ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ മനുഷ്യന്മാരോട് ചോദിക്കണം. ചിലപ്പം അവരിലൂടെ ആയിരിക്കും അള്ളാഹു എത്തിക്കുന്നത്. പക്ഷെ നമ്മൾ തവക്കുൽ അവിടെ ആക്കുമ്പോൾ ശരിക്കും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇബാദത്ത് ചെയ്യാനുള്ള അവസരം അവിടെ നഷ്ടപ്പെടുത്താണ്.
മനസ്സിലായി. അള്ളാഹുവിന്റെ ഉത്തരത്തിനും നമ്മൾ അവിടെ ചാൻസ് നഷ്ടപ്പെട്ടു. കാരണം നമ്മൾ റബ്ബില് തവക്കുൽ ചെയ്തിട്ട് നമ്മൾ ഇനി വേറെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് റബ്ബ് കൊണ്ടുതരും. അല്ലെങ്കിൽ റബ്ബ് വിചാരിക്കും അവളത് പഠിക്കട്ടെ അല്ലെ, ആ പരീക്ഷണം നമ്മളുടെ പിന്നാലെ ഉണ്ടാവും, നമ്മളത് പഠിപ്പിക്കുന്നത് വരെ റബ്ബ് അതുകൊണ്ട് നമ്മളെ പരീക്ഷിക്കും. ഇനി ഇതിന്റെ ഒക്കെ അപ്പുറത്ത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലേ, നമ്മള് അമല് കൊണ്ടാണ് നമ്മൾ അടുത്തടുത്ത ലെവലിന് അർഹത നേടുന്നത്. നമ്മളടുത്ത് അള്ളാഹു തവക്കുൽ ചെയ്യുന്ന പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടും നമ്മൾ തവക്കുൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാര്യം കൺസേൺഡ് ആയിരിക്കുന്നത് നമ്മളെ മക്കളെ കാര്യത്തിൽ അല്ലെ. എത്ര പറഞ്ഞെടുത്താലും ആൾക്കാർക്ക് മക്കളെ കാര്യത്തിൽ റബ്ബിൽ തവക്കുൽ ചെയ്യാൻ പറഞ്ഞാലും മനസ്സിലാവില്ല. ശരിക്കും തവക്കുൽ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അള്ളാഹു പറഞ്ഞ ഒരു ഇബാദത്ത് ചെയ്യാണ്, അതുവഴി നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത ലെവലിലുള്ള അർഹത നേടുകയാണ്, അടുത്ത ലെവലിലുള്ള എൽമിന്, അടുത്ത ലെവലിലുള്ള അമലിന് അർഹത നേടുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്കത് വേണ്ട. വേഗം സൊല്യൂഷൻസ് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ അടുത്തുനിന്ന് കിട്ടിയാൽ മതി. നമ്മൾ ശരിക്കും എനിക്ക് വിഡ്ഢിയായാൽ മതിയെന്ന് തീരുമാനം എടുത്ത് ഇറങ്ങിയ ആൾക്കാരാ. സുബ്ഹാനല്ലാഹ്. അത്രയും ഹെവി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പഠിപ്പിച്ചെന്നാലും നമ്മളെ തവക്കുൽ മനുഷ്യന്മാരുടെ മേലാണ്. അപ്പം അള്ളാഹുവില് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. അള്ളാഹു പഠിപ്പിച്ചെന്നതാണ് അല്ലെ. അള്ളാഹുവിൽ നിങ്ങൾ നിങ്ങളുടെ ട്രസ്റ്റ് ഏൽപ്പിക്കുക, തവക്കുൽ ഏൽപ്പിക്കുക. അലൽ ഹയ്യ അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിച്ചു പോവാത്തില്ലേ. അള്ളാഹ് അൽ ഹയ്യാണ്. അള്ളാഹിന്റെ ഒരു ക്വാളിറ്റീസിനും ഒരു കുറവില്ല. നമ്മൾ ഒരു പക്ഷേ ഈ ഒരു ആയത്ത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലേ, തവക്കൽ അലൽ ഹയ്യ് എന്നുള്ളത്. അൽ ഹയ്യ അള്ളാഹിന്റെ ഒരു പേരാണ്, അള്ളാഹുൽ തവക്കുൽ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ അൽ ഹയ്യ് എന്ന് പറയുന്ന വാക്കിന് ഇത്രയും ഡെപ്ത് ഉള്ള മീനിങ് ഉണ്ടല്ലേ. അള്ളാഹിന്റെ ഓരോ ക്വാളിറ്റീസും പെർഫെക്റ്റ് ആണ്, അള്ളാഹിന്റെ അൽമ പെർഫെക്റ്റ് ആണ്, അള്ളാഹിന്റെ കേൾവി പെർഫെക്റ്റ് ആണ്, അള്ളാഹിന്റെ കാഴ്ച പെർഫെക്റ്റ് ആണ്. അങ്ങനെയുള്ള റബ്ബിൽ നിങ്ങൾ തവക്കുൽ ചെയ്യുന്ന പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമുക്ക് ഭൂമിയിൽ പിന്നെ വേറെ എന്താ വേണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹിന്റെ ഓരോ ഇസ്മുകളും ആ ഒരു ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ വേറൊരു ലെവലിലേക്ക് മാറും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു എന്താണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലെ. അപ്പൊ നമ്മൾ ഓക്കെയാണ് അള്ളാഹിലെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല്. സൂറ റഹ്മാനില് സുബ്ഹാനല്ലാഹ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്താണ്, കുല്ലുമൻ അലൈഹ ഫാൻ. അവിടെ ഭൂമുഖത്ത് എല്ലാവരും നശിച്ചു പോകുന്നവരാകുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇപ്പം അല്ലദീ ലാ യമൂത്ത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മരിക്കുന്നില്ല, ബാക്കി നമ്മളെ ഈ ചുറ്റുപാടുള്ള എല്ലാം നശിച്ചു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ ഭൂമിയിൽ ഉള്ള കാണുന്ന എല്ലാം നശിക്കും, എല്ലാം ഒരു സമയമാകുമ്പോൾ മരിച്ചു പോകും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, മഹത്വവും ഉദാരതയും ഉള്ളവനായ നിന്റെ രക്ഷിതാവിന്റെ മുഖം അവശേഷിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് മാത്രമേ എന്നും നിലനിൽക്കുള്ളൂ അല്ലെ. അൽ ഹയ്യ് അവനാണ്, എറ്റേണൽ ആണ് അവൻ. സുബ്ഹാനല്ലാഹ്. സൂറ ഹദീദില് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ഹുവൽ അവ്വൽ വൽ ആഖിർ, അവനാണ് ആദ്യവും അവനാണ് അവസാനവും അല്ലെ. അവ്വലും ആഖിറും അവനാണ്. അവന്റെ മുമ്പേ ഒന്നുമില്ല, അവന്റെ ശേഷവും ഒന്നുമില്ല. കാരണം എന്താണ്, അവൻ അൽ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. എന്തൊരു ഡെപ്ത്. ശരിക്കും ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അത്രയുണ്ട് ഈ ഒരു വാക്കിനെ കുറിച്ച്, ഈ ഒരു ഇസ്മിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ. ഈ ഇസ്മിനെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള സ്കോപ്പിനെ കുറിച്ച് ആലോചിക്കാൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇത്രയും കാലം ഇത് അപ്ലൈ ചെയ്യാതെ ഈ തവക്കുൽ എന്ന് പറയുന്ന അൽ ഹയ്യ് മനസ്സിലാക്കിക്കൊണ്ട് തവക്കുൽ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ. മുമ്പോട്ട് പോകാൻ പറ്റാത്ത അത്രയും ഡെപ്ത് ഉണ്ട് അതിന്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്ക് പറഞ്ഞേ മതിയാവുള്ളൂ. അതുകൊണ്ട് അൽ ഖയ്യൂം എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നാമത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാല് ഖിയാം എന്നുള്ള വാക്കിൽ നിന്നാണ്. ഖിയാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നിൽക്കുക, നിർത്തുക എന്നൊക്കെ അർത്ഥം. ഖയ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഗഫൂർ ഗഫാർ എന്നൊക്കെയുള്ള വാക്കുണ്ടല്ലോ. അതായത് ശരിക്കും ഗഫൂർ എന്ന് പറഞ്ഞ വാക്ക് ജസ്റ്റ് പുറത്തു കൊടുക്കുക എന്നുള്ളതല്ലേ അല്ലെ. നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് പുറത്തു കൊടുക്കുന്നവനാണ് എന്ത്, റബ്ബ് അല്ലെ. അതേപോലത്തെ ആ ഒരു സ്കെയിലുള്ള വാക്കാണ് ഖയ്യൂം. അവൻ ജസ്റ്റ് ഒന്ന് നിലനിർത്തിയവൻ അല്ല, അവൻ പെർഫെക്റ്റ് ആയിട്ട് നിലനിർത്തിയവനാണ്. ഓക്കെ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിലനിർത്തിയവനാണ്. അതും അവൻ സ്വയം നിലനിൽപ്പിന്റെ കാര്യമാണ് പറയുന്നത്. അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്. അവന് ആരുടെയും സഹായം ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല എല്ലാം അവൻ എസ്റ്റാബ്ലിഷ് ചെയ്ത, അവൻ നിലനിർത്തിയ എല്ലാം അവന്റെ മേലെ ഡിപ്പെൻഡന്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് രണ്ടർത്ഥമാണ് ഖയ്യൂമിന്. ഫസ്റ്റ് ഖായിം അലാ നഫ്സിഹി. ഖായിം അലാ നഫ്സിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാതൊരുവൻ കംപ്ലീറ്റ് ആയിട്ട് ശാശ്വതമായിട്ട് നിലനിർത്താൻ, അതായത് ഒരു സപ്പോർട്ടും ഇല്ലാതെ നിലനിർത്താൻ കഴിയുന്നവനാണ്. അലാ നഫ്സിഹി, സ്വയം നിലനിർത്താൻ പറ്റുന്നവനാണ് എന്ത്, അൽ ഖയ്യൂം. അവന് ഒന്നിന്റെ ആവശ്യമില്ല, ഒരു ജോലിക്കാരന്റെ ആവശ്യമില്ല, അവന് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല, ഒരു സഹായത്തിന്റെ ആവശ്യമില്ല, ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല. ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിലനിർത്താൻ കഴിയുന്നവനാണ് ഖായിം.
ഖായിം അല നഫ്സിഹി, ഫുള്ളായിട്ട് എറ്റേണൽ, അത് ശാശ്വതമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്വയം നിലനിൽക്കാൻ, ഒരു സഹായം ഇല്ലാതെ നിലനിൽക്കാൻ പറ്റുന്നവനാണ്. രണ്ടാമത്തെ അർത്ഥം ഖായിം അല ഗൈരിഹി, അതായത് ബാക്കിയെല്ലാം, അതായത് ആദ്യം പറഞ്ഞത് നഫ്സിഹി, അവന്റെ സ്വയം അല്ലെ, ഗൈരിഹി എന്ന് വെച്ചാൽ അവൻ അതല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ്, അവന്റെ മേലെ ഡിപ്പെൻഡന്റ് ആണ്. സുബ്ഹാനല്ലാഹ്, ബാക്കി എല്ലാത്തിനെയും നിലനിർത്തുന്നത് അവനാണ്. അപ്പം അൽ ഖയ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് മെയിനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അവൻ ആവശ്യമാണ്, അവന് ആരെയും ആവശ്യമില്ല. എല്ലാത്തിനും അവന് ആവശ്യമാണ്. അള്ളാഹു ഒന്നിനും ആവശ്യമില്ല. അള്ളാഹു ഇൻഡിപെൻഡന്റ് ആണ്. അള്ളാഹു പെർഫെക്റ്റ് ആണ്. നമുക്ക് എന്തിനും, ഈവൻ നമുക്ക് ഒരു ലൈക്ക് നമ്മൾ സാധാരണ ദൈനംദിന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് മറ്റുള്ളവരെ മേലെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെ. എത്ര ഞാൻ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്, എനിക്ക് ആരോ ഒന്നും ചെയ്തു തരുന്നത് ഇഷ്ടമില്ല, ഒറ്റയ്ക്ക് ചെയ്യാനാന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമാണ്. ഈവൻ നമുക്കൊരു ഇമോഷണൽ വെൽബീയിങ് അല്ലെ, നമ്മളൊന്ന് ഹാപ്പി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഇണകള് അവരൊന്ന് മുഖം ചുളിഞ്ഞാൽ പോലും നമ്മുടെ ഒരു ഇമോഷണൽ ഹാപ്പിനെസ്സിന് നമ്മൾ അവരെ മേലെ ഡിപ്പെൻഡന്റ്. അവർ നമുക്കൊന്നും തരുക പോലും വേണ്ട അല്ലെ. അവർ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് അവരുടെ മുഖത്ത് പുഞ്ചിരിക്ക് പകരം ഒരു ദേഷ്യമാണ് കണ്ടതെങ്കിൽ നമ്മൾ ഡൗൺ ആയി. അത് നമ്മൾ ഇമോഷണലി നമ്മൾ ഓക്കെ ആവണമെങ്കിൽ പോലും വേറൊരാളുടെ ഒരു ജസ്റ്റ് ഒരു എക്സ്പ്രഷന് പോലും നമ്മൾ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അത്രയും ഡിപ്പെൻഡന്റ് ആണ് നമ്മളിൽ. എത്ര ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് ആളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ് എന്താണ്, പെർഫെക്റ്റ് ആണ്. നമുക്കാണ് അള്ളാഹിന് ആവശ്യം. അള്ളാഹ്ക്ക് ആരെയും ഒന്നിനെയും ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. സൂറ ഫാത്തിറിൽ 15-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതന്മാരാകുന്നു അല്ലെ. നിങ്ങൾ ഫുഖറാ ആണ്, ഫക്കീറുകളാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഭിക്ഷക്കാരാണ് അല്ലെ. നമ്മളൊക്കെ സ്റ്റാറ്റസ് അള്ളാഹിന്റെ മുമ്പിൽ എന്താണ്, നമ്മൾ ഭിക്ഷക്കാരാണ് അള്ളാഹിന്റെ മുമ്പിൽ. അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ആൾക്കാരാണ്. അവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാല്, അള്ളാഹിന്റെ മുമ്പിൽ ബെഗർ ആവുക, ഭിക്ഷക്കാരാവുക എന്ന് പറയുന്നത് വലിയൊരു സ്റ്റേറ്റസ് ആണ്, അത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ നമുക്ക് അതിനും താല്പര്യമില്ല. നമുക്ക് മനുഷ്യന്മാരുടെ മുമ്പിൽ ഭിക്ഷക്കാരാവാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലെ. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വിഡ്ഢിയായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ക്വാളിറ്റി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നമുക്ക് ഇത്രയും ശ്രേഷ്ഠനായ ഇത്രയും മഹാനായ അലിയായ റബ്ബിന്റെ മുമ്പിൽ ഭിക്ഷക്കാരാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം റബ്ബ് തന്നപ്പോ അല്ലെ, അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറയില്ല റബ്ബിന്റെ അടുത്ത് ഭിക്ഷ തൽക്കാലം യാചിക്കുന്നില്ല, മനുഷ്യന്മാരുടെ അടുത്ത് യാചിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരനെ നമ്മൾ അവര് ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇപ്പൊ റോട്ടിലൊക്കെ ഭിക്ഷക്കാർ കുറവാണ് അല്ലെ. അവരിങ്ങനെ നമ്മളെ മുമ്പിൽ അള്ളാഹു കാക്കട്ടെ എല്ലാരെയും അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് നമ്മളെ മുമ്പിൽ കൈനീട്ടി നിൽക്കുമ്പോൾ ശരിക്കും അവരുടെ ആ മുഖത്തെ എക്സ്പ്രഷൻ പോലും ഈ ആര് മുമ്പിലാണോ അവർ കൈ നീട്ടുന്നത് അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അല്ലെ. കാരണം അവർ അത്രയും റിലൈ ചെയ്യുന്നത്, തവക്കുൽ ചെയ്യുന്നത് ഈ ആരുടെ മുമ്പിലാണോ കൈ നീട്ടുന്നത് അത് ആൾക്കാരാണ്. അവരിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്താണെങ്കിലും അല്ലെ, നിങ്ങൾ ഒത്തിരി വീട്ടിൽ ഒഴിവാക്കിയ ഫുഡ് ആണെങ്കിലും തരൂ എന്നുള്ള പോലെ. ഇപ്പൊ വീട്ടിലൊന്നും വിഷക്കാർ വന്നില്ല, പണ്ടൊക്കെ അല്ലേ ഭക്ഷണമൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ടായിരുന്നു. അപ്പൊ അവർ അത്രയും ഡിപ്പെൻഡന്റ് ആണ്, അത്രയും ഡെസ്പറേറ്റ് ആണ്. എന്തെങ്കിലും ഒരു ഹെൽപ്പ്, എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ ആ ഒരു ഇതോട് കൂടിയാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ ഫഖീറുകളാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് നീ എന്തെങ്കിലും ഒന്ന് അല്ലെ, സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രക്ക് നമ്മള് അള്ളാഹിന്റെ മേലെ ഡിപ്പെൻഡന്റ് ആണ്. എന്നാൽ അള്ളാഹു അൽ ഗനി അൽ ഹമീദ് ആണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹ് ഇൻഡിപെൻഡന്റ് ആണ്, അള്ളാഹു റിച്ച് ആണ്, അള്ളാഹ്ക്ക് വേറെ ഒന്നിന്റെയും ആവശ്യമില്ല. അള്ളാഹു ഹമീദാണ് അല്ലെ, സ്തുത്യർഹനാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ ഈ ഒരു റിച്ച്നെസ്സിലെ ആ ഒരു ഗിന എന്നുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള ക്വാളിറ്റി, അള്ളാഹുവിന്റെ പെർഫെക്ഷൻ, സുബ്ഹാനല്ലാഹ്, അത് കൊണ്ട് അള്ളാഹു ആണ് എല്ലാരെയും സഹായിക്കുന്നത്, അള്ളാഹു ആണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അള്ളാഹ്ക്ക് ആരിൽ നിന്നും ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. സൂറത്ത് റഅദില് 33-ാമത്തെ ആയത്തില് അഫമൻ ഹുവ ഖായിമൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്, അപ്പോൾ ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിന് മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്നവൻ അള്ളാഹു യാതൊന്നും അറിയാത്തവനെ പോലെ ആണോ. അതായത് അള്ളാഹ്ക്ക് എല്ലാം അറിയാലേ. നമ്മളെ എല്ലാ അമലുകളും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകളും, നമ്മളുടെ ഓരോ കുറവുകളും അള്ളാഹ്ക്ക് അറിയാം. എന്നിട്ടും എന്താണ്, അവൻ ഖായിമാണ് അല്ലെ, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അള്ളാഹു. ഇതൊക്കെ അറിഞ്ഞിട്ടും അല്ലെ, നമ്മൾ ശേഖരിച്ചു കൂട്ടിയ ബിമാ കസബത്ത്, നമ്മൾ ഉണ്ടാക്കി കൂട്ടിയ എല്ലാം അള്ളാഹ്ക്ക് അറിയാം. എന്നിട്ടും അള്ളാഹു എന്താണ് നമ്മളെ നിലനിർത്തുന്നുണ്ട് അല്ലെ. കാരണം അവൻ അൽ ഖയ്യൂമാണ്.
സോ അള്ളാഹു അൽ ഹൈ അൽ ഖയ്യൂം, അള്ളാഹ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സിഫാത്തുകളുടെയും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസിന്റെയും ഓണറാണ് റബ്ബ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത് അൽ ഹൈ അല്ല, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ക്വാളിറ്റീസ് സിഫത്തുകൾ അൽ ഹൈയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അൽ ഖയ്യൂമിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മളെ നിലനിർത്തുക എന്ന് പറയുമ്പോൾ, നമ്മൾ മനുഷ്യന്മാരെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ നിലനിർത്തുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ആക്ഷൻസ് അവിടെ വേണം അല്ലെ. നമ്മള് നമുക്ക് ജീവിതം തരുന്നതാണെങ്കിലും നമുക്ക് റിസ്ക് തരുന്നതാണെങ്കിലും എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാണ് അവിടെ വരുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവിടെ അതിനും അള്ളാഹ്ക്ക് ആരെയും ആവശ്യമില്ല. നമ്മൾ അള്ളാഹ്ക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അല്ല അള്ളാഹ് തരുന്നത് അല്ലെ. അള്ളാഹു റസാഖ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹ്ക്കൊന്നും കൊടുത്തിട്ടില്ല, അള്ളാഹ് നമുക്ക് തരാണ്. അപ്പൊ അവിടെ അള്ളാഹിന്റെ ആക്ഷൻസ്, അള്ളാഹിന്റെ അമലുകൾ, അള്ളാഹിന്റെ പ്രവർത്തനങ്ങൾ പെർഫെക്റ്റ് ആണ്. അള്ളാഹു മഴ തരുന്നുണ്ട് അല്ലെ, നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ടാണോ? അല്ല, അത് പെർഫെക്റ്റ് ആണ്. ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ അള്ളാഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അത് എന്നെന്നും ചെയ്യുന്നുണ്ട് അല്ലെ. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ പ്രവർത്തനങ്ങൾ പോലെ നമ്മളൊക്കെ പ്രായമാകുമ്പോൾ പലതും നിർത്തും അല്ലെ, അല്ലെങ്കിൽ കുറേ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് പലതും നിർത്തും. പക്ഷെ അള്ളാഹ്ക്ക് അങ്ങനെയില്ല അല്ലെ. അള്ളാഹ് മഴ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, സൂര്യനെ അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, കാറ്റിനെ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. കാലാവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അൽ ഖയ്യൂം, എല്ലാം പെർഫെക്റ്റ് ആണ്. ആട്രിബ്യൂട്ട്സ്, അവന്റെ സിഫത്തുകളും അവന്റെ പ്രവർത്തനങ്ങളും പെർഫെക്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. ഈവൻ നമ്മളുടെ ശരീരങ്ങളിലും അത് കാണുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ ദഹനം ഒന്ന് നിർത്തിക്കളഞ്ഞാലോ അള്ളാഹു അതൊക്കെ അള്ളാഹ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ ചുറ്റുപാടുകളിൽ അല്ലെ അള്ളാഹു അൽ ഹൈ അൽ ഖയ്യൂം ആണെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഈ രണ്ട് പേരുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതിന്റെ വെയിറ്റ് അത്ര അധികമാണ്. നമ്മുടെ ദ്വാകള് അള്ളാഹു നിരാകരിക്കില്ല, അള്ളാഹു സ്വീകരിക്കും. സുബ്ഹാനല്ലാഹ്. കാരണം അവൻ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള എല്ലാ സിഫത്തുകളും അടങ്ങിയ പ്രസന്റേഷൻ പോയി അല്ലേ. കാണുന്നില്ല. അവന്റെ അപ്പം അൽ ഹൈ ആയിട്ടുള്ള അവന്റെ എല്ലാ സിഫത്തുകളും അൽ ഖയ്യൂമായിട്ടുള്ള അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് അൽ ഹൈ അൽ ഖയ്യൂം അല്ലെ. അത് വെച്ചിട്ട് നമ്മൾ അള്ളാഹിനെ വിളിക്കുമ്പോൾ ഇത് നമുക്ക് ശരിക്കും ഇതൊക്കെ വിശദീകരിച്ച് പറയുമ്പോൾ നമുക്കൊരു ദിവസം മുഴുവനും മതിയാവില്ല അല്ലെ. അള്ളാഹുവിന്റെ സിഫത്തുകളും പെർഫെക്റ്റ് ആയിട്ടുള്ള സിഫത്തുകളും അള്ളാഹുവിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസും ഇതൊക്കെ ചെയ്യുന്ന എന്റെ റബ്ബേ അല്ലെ, എനിക്ക് എന്തെങ്കിലും ചെയ്തു തരുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എനിക്ക് ഭക്ഷണം തരുന്ന, എന്നെ ജീവിപ്പിക്കുന്ന, എന്റെ എന്താണ് എനിക്ക് വേണ്ട ലെസൺസ് തരുന്ന, എനിക്ക് വേണ്ട തർബിയ തരുന്ന, ഇത് ചെയ്യുന്ന, അത് ചെയ്യുന്ന, ഇന്നതായ അതായ റബ്ബേ 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 എന്നിങ്ങനെ നമ്മൾ ഇത്രയും വിശദമാക്കി പറയുന്നതിന് ഈ രണ്ട് വാക്കുകളിൽ എല്ലാം ഉണ്ട് അൽ ഹൈ അൽ ഖയ്യൂം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പേരുകൾ നമ്മൾ അള്ളാഹുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പം അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളുടെ മേല് വരും. അള്ളാഹുവിന്റെ കാരുണ്യം അതുകൊണ്ട് നമ്മളെ പൊതിയും. അൽ ഹൈ അൽ ഖയ്യൂം. അപ്പം അത്രയും വിശ്വാസത്തോടു കൂടി, അത്രയും യഖീനോട് കൂടി, അത്രയും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ ഈ പേരുകൾ ഉപയോഗിച്ച് വിളിക്കുമ്പം അള്ളാഹു നമ്മുടെ ദുആകൾക്ക് ഉത്തരം തരും. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അള്ളാഹു പറയുന്നു, ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവനെ മയക്കമോ ഉറക്കമോ ബാധിക്കുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ലാ തഖുദുഹു ഹംസ ഖ ദാൽ അഖദ്. അഖദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും എടുക്കുക എന്നുള്ള അർത്ഥം. സിന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനായും നൗമും അവനെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. സിന എന്ന് പറഞ്ഞാല് വാവ് സീൻ നുൻ വസ്ന എന്നുള്ള വാക്കിൽ നിന്നാണ്. സിന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു
നമ്മളെ ഒരു ക്ഷീണം ഉണ്ടാവില്ലേ, അതായത് ഉറക്കം വരുന്നതിന് മുമ്പുള്ള ആ ഒരു മയക്കം ഫീലിംഗ്, ഒരു ടയർഡ്നെസ്, ഒരു എനർജി കുറവ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പം നോട്ട് എഴുതാന്ന് വെച്ചോ, ക്ലാസ്സിന്റെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉറക്കം വരുമ്പോൾ നമ്മളിങ്ങനെ അറിയാണ്ട് നമ്മളെ പെണ്ണ് ഇങ്ങനെ കയ്യിൽ നിന്ന് വിട്ടുപോകും, നമ്മളിങ്ങനെ തല ഒന്ന് ഇങ്ങനെ തൂങ്ങിപ്പോകും അല്ലെ, ആടിപ്പോകും. പിന്നെയും നമ്മൾ എഴുന്നേറ്റ് കണ്ണൊക്കെ തുറന്നു വെച്ചിരുന്ന് പിന്നെയും ചെയ്യുമ്പോൾ പിന്നെയും അതുപോലെ ഇങ്ങനെ ഒരു മയക്കം വരും. അപ്പം അതുപോലെ നമ്മുടെ ഒരു ഉറക്കത്തിന്റെ മുന്നോടിയായിട്ട് വരുന്ന ആ ഒരു മയക്കത്തിനാണ് സിന എന്ന് പറയുന്നത്. സിനായുടെ തുടർന്ന് വരുന്ന കാര്യമാണ് നൗം. നൂൻ വാവും മീം. നൗം എന്ന് പറഞ്ഞാൽ ഉറക്കം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സിനയും നൗമും ഉറക്കവും മയക്കവും അള്ളാഹിനെ പിടികൂടുന്നില്ല. നമുക്ക് നാച്ചുറലി അല്ലെ, നമ്മൾക്ക് ഉറക്കം സുബ്ഹാനല്ലാഹ് ഒരു ഇത്ര സമയം കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. നമുക്ക് പണിയെടുക്കണമെന്നും കാര്യങ്ങൾ ചെയ്യണമെന്നും പഠിക്കണമെന്നും ദുആ ചെയ്യണം ഇബാദത്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, സംസാരിക്കണമെന്നും. പക്ഷെ നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തൂങ്ങാൻ തുടങ്ങും അല്ലെ. സുബ്ഹാനല്ലാഹ് എത്ര നമ്മൾ ഉണർന്നിരിക്കണം എന്ന് വിചാരിച്ചാലും നമ്മൾ ഹെൽപ്ലെസ് ആണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അള്ളാഹ്ക്ക് ക്ഷീണം വരുന്നില്ല. അള്ളാഹ്ക്ക് ആ ഒരു ഒരുപാട് ചെയ്ത് എന്നെ കൊണ്ട് ഇനി പറ്റൂല എന്നുള്ള ഫീലിംഗ് ഇല്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം. അവനാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത്, എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവനാണ്. നമ്മൾ പറഞ്ഞു എല്ലാത്തിനെയും പരിപാലിക്കുന്നത് അവനാണ് സുബ്ഹാനല്ലാഹ്. എന്നിട്ടും അവൻ ക്ഷീണിക്കുന്നില്ല അല്ലെ. എല്ലാ കാലഘട്ടത്തിലും എല്ലാത്തിനെയും നിലനിർത്തുന്നതും ഉണ്ടാക്കുന്നതും പരിപാലിക്കുന്നതും അവനാണ്. എന്നാലും അവന് യാതൊരു തരത്തിലുള്ള ക്ഷീണവും ഇല്ല. അവന് യാതൊരു തരത്തിലുള്ള ബ്രേക്കിന്റെ ആവശ്യവും ഇല്ല. സുബ്ഹാനല്ലാഹ്. നമ്മളോ ഒരൊറ്റ കുട്ടീനെ നോക്കിക്കഴിഞ്ഞാല് എന്നെ കൊണ്ട് ഇനി പറ്റൂല അല്ലെ. അല്ലെങ്കിൽ ഒരു ഫാമിലി, ഒരു വീട്ടിനകത്തുള്ള ഒരു ഫാമിലിനെ നോക്കിക്കഴിഞ്ഞാൽ, അവരെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടയേർഡായി. ഒരു സ്കൂള്, ഒരു കോളേജ് അല്ലെ, ഒരു കോഴ്സ്, അല്ലെങ്കിൽ 1, 2, 3, 4 കോഴ്സ്, സുബ്ഹാനല്ലാഹ് നമ്മൾ ടയേർഡായി. ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്ക് വേറൊന്നും ചെയ്യാനില്ല, നമുക്ക് കഴിയുമല്ലോ, നമുക്ക് എക്സ്ക്യൂസ് ആയി. സുബ്ഹാനല്ലാഹ്. അത് നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മളെ അള്ളാഹു അത്രയും ലിമിറ്റഡ് വേർഷൻ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്ത് നമ്മളുടെ കഴിവ് കൂട്ടാന്നുള്ളതേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെയുള്ള എല്ലാ വീക്ക്നെസിന്റെയും മേലെയാണ്. അള്ളാഹുവിന് ഒരിക്കലും ക്ഷീണം വരുന്നില്ല. സൂറ റൂമില് 25-ാമത്തെ ആയത്തിൽ വമിൻ ആയാതിഹി അൻ തഖൂമ അസ്സമാഉ വൽ അർദു ബിഅംരിഹി, ആകാശഭൂമികൾ അവന്റെ ഹിതാനുസാരം, അതായത് അവന്റെ അമ്രിന് കൽപ്പനയ്ക്ക് അനുസരിച്ച് നിലനിൽക്കുന്നു എന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അതായത് ഭൂമിയും ആകാശവും അല്ലെ, എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ആകാശം നമുക്കറിയാലേ, ഒരു പ്രത്യക്ഷമായ തൂണും ഇല്ലാണ്ട് സോഫ്റ്റ് ആയിട്ട് അങ്ങനെ നമ്മുടെ മേൽക്കൂരയായിട്ട് നിൽക്കുക. നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ഒരു റൂഫ് തൂണില്ലാതെ നിൽക്കുമോ? പക്ഷെ അള്ളാഹു അതിന് നിലനിർത്തുന്നുണ്ട് അല്ലെ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആകാശവും ഭൂമിയും നിലനിൽക്കുന്നുണ്ട്. സൂര്യൻ, ചന്ദ്രൻ എല്ലാം നിലനിൽക്കുന്നുണ്ട്. എല്ലാം കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ? അള്ളാഹിന്റെ കൽപ്പന, ബി അംരിഹി, അവന്റെ കൽപ്പനയിലൂടെയാണ്. സുബ്ഹാനല്ലാഹ്. എന്നെങ്കിലും ഒരു ദിവസം അല്ലെ, ഇന്ന് ഇല്ല, സൂര്യൻ ഉദിച്ചിട്ടില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. അങ്ങനെ സംഭവിക്കും. എപ്പം യൗമുൽ ഖിയാമയിൽ അല്ലെ, സൂര്യൻ കിഴക്കുദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് ഉദിക്കുകയും സുബ്ഹാനല്ലാഹ് ആ ഒരു ചേഞ്ച് വരും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെയും പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹിന്റെ കൽപ്പനയിലാണ് ഇതെല്ലാം നടക്കുന്നത്. സകല ചരാചരങ്ങളും അല്ലെ, സൂര്യൻ ചെയ്യേണ്ടത് സൂര്യനും, ഭൂമി ചെയ്യേണ്ടത് ഭൂമിയും, ചന്ദ്രൻ ചെയ്യേണ്ടത് ചന്ദ്രനും, ആകാശം ചെയ്യേണ്ടത് ആകാശവും, മേഘങ്ങൾ ചെയ്യേണ്ട മേഘങ്ങളും, ഫുൾ 24/7/365 അല്ലെ. അതായത് കൊല്ലത്തിൽ 365 ദിവസം, ആഴ്ചയിൽ 7 ദിവസം, 24 മണിക്കൂറും ഒരു ബ്രേക്കും ഇല്ലാണ്ട് അള്ളാഹു ഇതിനൊക്കെ നിലനിർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരുടെ കൈ? അതിന്റെയൊക്കെ പിന്നില് അള്ളാന്റെ കൈ. അള്ളാഹ്ക്ക് ക്ഷീണം വരുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം. സുബ്ഹാനല്ലാഹ്. എല്ലാത്തിനെയും അള്ളാഹുവിന്റെ ആക്ഷൻസിൽ പെട്ടതാണല്ലേ. അള്ളാഹു പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്, എന്നാലും അവന് മയക്കമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു ബ്രേക്ക് വേണം അല്ലെ. ഈവൻ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിലും ടീച്ചർ കുറേ നേരം സംസാരിക്കുമ്പോൾ ടീച്ചർക്ക് ഒരു ബ്രേക്ക് വേണം, കാരണം അത്രയും നേരം വേണ്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മളൊക്കെ ഓരോ കാര്യത്തിൽ നിന്നും നമുക്ക് ബ്രേക്ക് വേണം. നമ്മൾ ഇനിയിപ്പോ എന്തിനെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ കൺട്രോൾ ചെയ്യാന്ന് വെച്ചോ, ഒരു മാനേജിങ് ലെവലിൽ നിന്നുകൊണ്ട് പലരെ കൊണ്ട് നമ്മൾ പലതും ചെയ്യിക്കുന്നുണ്ടെന്ന് വെച്ചോ, അവിടെയും ഒരു മാനേജർക്കും ബ്രേക്ക് വേണം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും ഭൂമിനെയും ഒക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഒരു ബ്രേക്ക് ഇല്ല അല്ലെ. അള്ളാഹ് ബ്രേക്ക് എടുക്കുന്നില്ല. അപ്പൊ നമ്മളൊക്കെ ഒരുപക്ഷെ പലതിന്റെയും ലീഡർ സ്ഥാനത്തൊക്കെ നിന്നിട്ട് പലതും ചെയ്യുന്നുണ്ടാവും. അപ്പം ലീഡർ എന്ന് പറയുന്നത്, ലീഡർ എത്രത്തോളം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നോ അത്രത്തോളമാണ് ഫോളോവേഴ്സ് കാര്യം ചെയ്യല്ലേ. പക്ഷെ ലീഡർ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന്
ഒന്ന് ക്ഷീണം പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നാലെ ഉള്ളവരൊന്നും ഒന്നും ചെയ്യില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഉറക്കമോ മയക്കമോ ഉണ്ടെങ്കിൽ സൂര്യനോ ചന്ദ്രനോ ഒക്കെ പണി മുടക്കുമായിരുന്നു അല്ലെ? അള്ളാന്റെ കൽപ്പനയിലാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് ക്ഷീണവും മയക്കവും ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് സൂര്യനെ കിട്ടൂലായിരുന്നു, കുറെ കാലത്തേക്ക് മഴ കിട്ടൂലായിരുന്നു. അതൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് പക്ഷെ എല്ലാത്തിനും നമുക്ക് ബ്രേക്ക് വേണം. അപ്പൊ അങ്ങനെ റബ്ബ് നമ്മളൊക്കെ വേണ്ടിയിട്ട് എല്ലാം ചെയ്തിട്ടും അള്ളാഹു ഉറക്കവും മയക്കവും ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാണ് എന്റെ ദുആ ഒന്നും അള്ളാഹ് കേൾക്കുന്നില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹ് ഭയങ്കര ബിസിയാണ്. ഒന്ന് ആലോചിച്ചോക്ക്, ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാര് അള്ളാന്റെ അടുത്ത് ഒരേ സമയത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ദുആക്കെല്ലാം റബ്ബ് ഉത്തരം കൊടുത്തോണ്ടും ഇരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇവരെല്ലാരെയും അള്ളാഹു കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് എപ്പോഴും അവൈലബിൾ ആണ്. അള്ളാഹ്ക്ക് ക്ഷീണോ റെസ്റ്റ് ഒന്നും ഇല്ല അല്ലെ? അള്ളാഹു അസ്സമീ ആണ്, അള്ളാഹു അൽ ബസീറാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഞാനിത് ഉംറയുടെ സമയത്ത് ആ ഒരു ലെസൺസിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ആ ത്വാഫ് ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് നമ്മളെ ചുറ്റുപാടും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് തന്നെ ആളുകൾ ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെയും റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇതൊക്കെ റബ്ബിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതിനൊക്കെ റബ്ബ് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം അവിടെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ, നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മളാ നഷ്ടക്കാരല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇതേ ത്വാഫ് ഇതേപോലെ ലോകം മുഴുവനും ഐ മീൻ ഈ ഒരു അവിടെ ത്വാഫ് നടക്കുമ്പോഴും ലോകത്ത് മുഴുവൻ നടക്കുന്ന എല്ലാവരുടെയും എല്ലാ ദുആകൾക്കും അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ അവിടെയല്ല, നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിച്ചില്ലെങ്കിൽ നമ്മളാ നഷ്ടക്കാര്. കാരണം അള്ളാഹു ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കാൻ വേണ്ടി ചോദിക്കുന്നവർക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു എപ്പോഴും അവൈലബിൾ ആണ്. അള്ളാഹു അസ്സമീ ആണ്, അള്ളാഹു അൽ ബസീർ ആണ്. സുബ്ഹാനല്ലാഹ്. അവന് ഒരു ക്ഷീണം, അവൻ അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു സമയമേ ഇല്ല. സുബ്ഹാനല്ലാഹ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം. പക്ഷെ ആളുകൾ പലരും എന്താ വിചാരിക്കുന്നത്? അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നിട്ട് റെസ്റ്റ് എടുത്തു അല്ലെ? സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ കുറിച്ച് പറയുന്നതാണ്. അള്ളാഹു ഇതിനൊക്കെ മേലെയാണ്. സൂറ ഖാഫില് 38-ാമത്തെ ആയത്ത്, വലഖദ് ഖലഖന സ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലൂബ്. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയും നാം 6 നാളുകളിലായി സൃഷ്ടിച്ചു, അതുകൊണ്ടൊന്നും നമുക്ക് ഒട്ടും ക്ഷീണം ബാധിച്ചിട്ടില്ല. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയിട്ടും അള്ളാഹ്ക്ക് ക്ഷീണമൊന്നും ബാധിച്ചിട്ടില്ല അല്ലെ? അവന് ഒരു തരത്തിലുള്ള ക്ഷീണവും ബാധിക്കുകയില്ല. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യനാമു വലാ യൻബഗി ലഹു അൻ യനാം. 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായും അള്ളാഹു ഉറങ്ങുകയില്ല, ഉറങ്ങുക എന്നത് അവന് യോജിച്ചതല്ല. അപ്പൊ അത്രയും ഫുൾ ടൈം ആക്റ്റീവായിട്ട് നമ്മളുടെ കാര്യങ്ങൾ, ഭൂമിയുടെ കാര്യങ്ങൾ, ലോകങ്ങളുടെ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ അടുത്ത് റബ്ബ് അവൈലബിൾ ആയിരിക്കുമ്പോൾ റബ്ബിലേക്ക് തിരിയാൻ മടി കാണിക്കുന്ന നമ്മള് എന്ത് വിഡ്ഢികളാ അല്ലെ? ചോദിക്കാൻ മടി കാണിക്കുന്ന നമ്മള് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നിനും കൊള്ളാത്ത മനുഷ്യന്മാരെ ഡിപ്പെൻഡ് ചെയ്ത് സമയം കളയുന്ന നമ്മള് എന്തൊരു വിഡ്ഢികളാ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് ഉറങ്ങുന്നില്ല അല്ലെ? അള്ളാഹിന് ഉറക്കം ചേരുന്ന പോലും ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉറക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം മരണം പോലെയാണ് അല്ലെ? അപ്പൊ നമ്മള് സുബ്ഹാനല്ലാഹ്, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെയാണ് ഉറങ്ങിക്കഴിഞ്ഞാലും അവന് സംസാരിക്കാൻ പറ്റൂല, അവന് ഒരാളെ സഹായിക്കാൻ പറ്റില്ല, അവന് ഒരാൾ പറയുന്നത് കേൾക്കാൻ പറ്റൂല അല്ലെ? അപ്പം അള്ളാഹുവിന് ഉറക്കമേല, അള്ളാഹു അൽ ഹയ്യാണ്. അതുകൊണ്ട് ക്ഷീണം എന്ന് പറയുന്ന, മയക്കം എന്ന് പറയുന്ന സംഭവം അള്ളാഹുവിനെ ബാധിക്കുന്നേ ഇല്ല. അൽ ഹയ്യാണ്, അൽ ഖയ്യൂമാണ് അല്ലെ? അതുകൊണ്ട് അവന് സിനായും നൗമും അവന് എടുക്കുന്നേയില്ല. കോൺസ്റ്റന്റ്ലി അവൻ നമ്മളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലോകങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അവനുള്ളതാണ് എന്ത്? ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് എല്ലാം. എല്ലാം ആർക്കുള്ളതാണ്? അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അവനാണ് അതിന്റെയൊക്കെ ഓണർ. അവൻ മാത്രമാണ്. അതുകൊണ്ട് എല്ലാത്തിന്റെയും ഓണർ അവനായതുകൊണ്ട്, എല്ലാം അവൻ്റെതായതുകൊണ്ട് ആരാധനക്ക് അർഹൻ ആരാണ്? അവൻ മാത്രമാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ പലപ്പോഴും വീടുകളിലൊക്കെ പറയാറുണ്ട് അല്ലെ, എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഉപ്പല്ലേ, ഉപ്പനെ നിനക്കൊന്ന് ബഹുമാനിച്ചാൽ എന്താ അല്ലെ? മക്കളുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ?
ആ വീട്ടിലെ ഓണർ അല്ലെങ്കിൽ ഒരു തലപ്പത്തിരിക്കുന്നത് ഉപ്പയാണ്. അപ്പൊ ഉപ്പാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഉപ്പാക്ക് കൊടുക്കണം. അപ്പൊ ഈ സകല ഭൂമിയിലെയും ആകാശത്തിലെയും എല്ലാത്തിന്റെയും ഓണർ റബ്ബാണെങ്കിൽ അവനേക്കാളും എന്തെങ്കിലും ആരാധന ആരെങ്കിലും അർഹിക്കുന്നുണ്ടോ? ലാ ഇലാഹ ഇല്ലാഹു സുബ്ഹാനല്ലാഹ് അല്ലെ. കാരണം അവനാണ് എല്ലാം സൃഷ്ടിച്ചത്. അവൻ അൽ ഹയ്യാണ്. സുബ്ഹാനല്ലാഹ്. സൂറ മറിയമില് 93 95 വരെയുള്ള ആയത്തില് ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതി റഹ്മാനി അബ്ദ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏതൊരാളും ഒരു ദാസൻ എന്ന നിലയിൽ പരമകാരുണികന്റെ അടുത്ത് വരുന്നവൻ മാത്രമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ എല്ലാം എന്താണ്? അബ്ദാണ്, അള്ളാഹുവിന്റെ അബ്ദുകളാണ് അല്ലെ. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ. അത് അള്ളാഹു തീർച്ചയായും എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കിയിട്ടുള്ളതാണ്. ലഖദ് അഹ്സാഹും വഅദ്ദഹും അല്ല ഓക്കെ, ആയത്ത് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഒരായത്തും കൂടെ കോപ്പി ചെയ്യാനുണ്ടായിരുന്നു. അപ്പം എല്ലാം അവസാനം യൗമുൽ ഖിയാമയില് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് മടങ്ങുന്നവരാണ്. അത് അള്ളാഹു സുബ്ഹാന എല്ലാ ആകാശത്തിലും ഭൂമിയിലുള്ളത് എല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. അത് എത്രയുണ്ടോ അത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുമുണ്ട്. മാത്രമല്ല ഈ എല്ലാ കാര്യങ്ങളും യൗമുൽ ഖിയാമയില് അള്ളാഹുവിലേക്ക് ഒറ്റക്കൊറ്റക്ക് മടങ്ങുന്നവരുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാം അള്ളാഹിന്റെ അടിമകളാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിനകത്ത് ഇതുപോലെ പറയുന്നുണ്ട്, 4 വിരലിന് അവിടെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ മലക്ക് അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് നെറ്റിത്തടം വെക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ എണ്ണം നമ്മൾ ഇവിടെ പറഞ്ഞു, ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ അല്ലെ. എണ്ണം അള്ളാഹു എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയില്ല എത്രയാ നമ്പർ എന്ന്. അള്ളാഹുവിന്റെ ഖൽഖുകളുടെ നമ്പർ എത്രയാന്ന് നമുക്കറിയില്ല. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നത് വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ. ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം, മൂന്നാമത്തെ, അതായത് 95-ാമത്തെ ആയത്ത് കേട്ടോ. വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ. അവ ഓരോന്നും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരും യൗമൽ ഖിയാമയിലേക്ക്. എന്തിനു വേണ്ടി? വിചാരണക്ക് വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് എല്ലാം അടിമപ്പെട്ടിരിക്കുകയാണ്. സൂറത്ത് മുദ്ദസ്സിറിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹുവിന്റെ ജുനൂദിനെ കുറിച്ച് എന്താണ് ആർക്കറിയാം? അള്ളാഹുവിന്റെ ജുനൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംഘങ്ങൾ. അവനല്ലാതെ വേറെ ആർക്കും അറിയില്ല. എത്രത്തോളം ഉണ്ട് അവന്റെ ക്രിയേഷൻസ്, സൃഷ്ടികളെന്ന് അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അത് അത്രയും വലുതാണ്. എന്നാൽ എല്ലാം അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയതുമാണ്. എല്ലാം അള്ളാഹിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൈ എല്ലാത്തിന്റെയും മേലെയാണ്. അള്ളാഹു എല്ലാത്തിനും മേലെയാണ്. അപ്പം ഈ ഒരു ആയത്തില് അള്ളാഹുവിന്റെ പെർഫെക്ഷൻ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ. അത് ആദ്യം അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല. രണ്ടാമത് അവൻ അൽ ഹയ്യാണ് അല്ലെ. എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസും അവനുണ്ട്. അൽ ഖയ്യൂമാണ്. എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്താണ്? അവന് സിന ഇല്ല, നൗമില്ല അല്ലെ, മയക്കമില്ല, ഉറക്കമില്ല. അതിന്റെ പുറമെ എല്ലാം അവന്റേതാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാം അവന്റേതാണ്. എല്ലാത്തിന്റെ ഓണർഷിപ്പ് അവന്റേതാണ്. അപ്പൊ എല്ലാത്തിന്റെയും മേലെയാണ് അവന്റെ ഏറ്റവും മേലെ, ഏറ്റവും ഉയർന്ന, ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള, ഏറ്റവും അത്യുന്നതമായ സ്ഥാനം ഉള്ളതും അവനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്തരത്തില് അള്ളാന്റെ എല്ലാ എന്താ പറയാ പെർഫെക്ഷനും ഹൈറ്റും ക്വാളിറ്റീസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം പറയാണ്, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. സുബ്ഹാനല്ലാഹ്. അല്ല ചോദിക്കാണ് മൻ, ആര് അല്ലെ. ദാ എന്ന് പറഞ്ഞാല് ദാലിക ഹാദാലൊക്കെ ഇതാണ് അത്. ഓക്കെ. അല്ലദി യശ്ഫഉ ഇൻദഹു, അവന്റെ മുമ്പില് വിചാരണ ചെയ്യാൻ, അവന്റെ അടുക്കല് വിചാരണ അല്ല, ശുപാർശ ചെയ്യാൻ. യശ്ഫഉ നമ്മളെ ഷഫാ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസവും, അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഷഫാ ചെയ്യാൻ ആരുണ്ട്? ഇല്ലാ ബിഇദ്നി, അവന്റെ അനുവാദത്തോട് കൂടി അല്ലാതെ. ഇതിൻ എന്ന് പറയുന്ന വാക്ക് ഹംസ ദാൽ ദാൽ നൂൻ. ഇതെന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരാളെ അനുവദിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാന്റെ മുമ്പില് അള്ളാന്റെ അനുമതി കൂടാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? ആർക്ക് അതിനുള്ള ധൈര്യമുണ്ടെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്.
അവൻ അനുവദിച്ചവർക്കല്ലാതെ അവന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ പറ്റില്ല, അല്ലെ? കാരണം നമ്മൾ ഈ ആയത്തിന്റെ തുടക്കം മുതലേ അള്ളാന്റെ എല്ലാ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റികളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അള്ളാഹ് ഇത്രയും ഉന്നതനായിരിക്കുമ്പം ആർക്ക് പറ്റും അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട്? അള്ളാഹു അനുവദിക്കുന്നവർക്കല്ലാതെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റൂല, അല്ലെ? നമുക്കറിയാം യൗമുൽ ഖിയാമയില് ഷഫാഅത്ത് ഉണ്ടാവും, എന്താണ് ശുപാർശ നടക്കും. സുബ്ഹാനല്ലാഹ്. എങ്ങനെ, എന്തിനു വേണ്ടിയിട്ടാണ്? ചില ആളുകൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, അവരെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അവർക്ക് പല പ്രയോജനങ്ങളും അല്ലെങ്കിൽ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാരും യൗമുൽ ഖിയാമയിൽ എല്ലാരും ഒരുമിച്ച് കൂടും, അല്ലെ? ഒരാളും ഇല്ലാതെ എല്ലാരും ഒരുമിച്ച് കൂടും. സുബ്ഹാനല്ലാഹ്. അപ്പം ജഡ്ജ്മെന്റ്, വിധി നിർണയം തുടങ്ങുമോ? പെട്ടെന്ന് ഇല്ല. ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആൾക്കാർ ക്ഷീണിക്കും. സുബ്ഹാനല്ലാഹ്. ഭയം കൊണ്ട്, അല്ലെ? പേടി കൊണ്ട് എന്ത് സംഭവിക്കും എന്നറിയാതെ അത് കൂടെ ബേജാറായിട്ട് നിൽക്കുന്നുണ്ടാവും. ആദ്യം ആദം അലൈഹി ഇസ്ലാമിലേക്ക് ചെല്ലും. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്ക് ഇനി പറ്റൂല, എത്രയും പെട്ടെന്ന് അള്ളാന്റെ അടുത്ത് വിചാരണ തുടങ്ങാൻ പറയും. എന്ന് സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിലേക്ക് ഞങ്ങൾ അയക്കും, നരകത്തിലാണെങ്കിൽ നരകത്തിലേക്ക് അയക്കും. ഇനി ഇവിടെ കാത്തു നിന്നോട്, അത്രയും ടെൻഷൻ ആയിരിക്കും, അല്ലെ? സുബ്ഹാനല്ലാഹ്. അത്രയും ഇന്റൻസ് ആയിട്ട് ആയിരിക്കും അന്നത്തെ അവസ്ഥകൾ. ആദം അലൈഹി ഇസ്ലാം പറയും, പറ്റൂല, ഞാൻ എന്റെ റബ്ബിനെ അനുസരണക്കേട് കാണിച്ചു പോയിട്ടുണ്ട്, അല്ലെ? ആ വൃക്ഷത്തിൽ നിന്ന് ഫലം കഴിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് അള്ളാന്റെ അടുത്ത് ചോദിക്കാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെ ആൾക്കാർ ഓരോരുത്തരും കഴിഞ്ഞ അടുത്ത പ്രവാചകനിലേക്ക് ചെന്ന് അവസാനം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ ചെയ്യും, അള്ളാഹുവേ, നീ ഇതൊന്ന് തുടങ്ങല്ലേ, വിചാരണ ഒന്ന് തുടങ്ങാം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ തുടങ്ങും. എന്നിട്ട് ശുപാർശയും തുടങ്ങും. ആരുടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ചില ആൾക്കാരിൽ നിന്ന് അവർക്ക് വന്നു ചേർന്നിട്ടുള്ള ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാപങ്ങൾ, അത് അവരിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അവർക്ക് ചില ഗുണങ്ങൾ എക്സ്ട്രാ ആയിട്ട് അവന്റെ തുലാസിൽ കനം തോന്നുന്നത് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ചെയ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഞാൻ അന്ന് അർശിന്റെ താഴെ നിൽക്കും, എന്നിട്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര നേരം അനുവദിക്കുന്നുവോ അത്രയും നേരം ഞാൻ സുജൂദ് ചെയ്യും. അതിനുശേഷം അള്ളാഹു പറയും, നീ തല പൊക്ക്, എന്നിട്ട് സംസാരിക്കുക, എന്നാ നിന്ന് പറയുന്നത് കേൾക്കാം, എന്നിട്ട് നീ ശുപാർശ ചെയ്യും, നിന്റെ ശുപാർശ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ശുപാർശ അവിടെ നടക്കും. യൗമുൽ ഖിയാമയില് സുബ്ഹാനല്ലാഹ് ശുപാർശ നടക്കും. എന്നിട്ട് ആർക്കാണോ ഏതൊക്കെ രീതിയിലുള്ള ശുപാർശകളാണ് നടക്കുക? ഓൾറെഡി നരകത്തിലേക്ക് ഉള്ള ആൾക്കാർക്ക് അവർക്ക് ശുപാർശ നടത്തി അവർക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരു കുട്ടി പരീക്ഷയിൽ ജസ്റ്റ് ഫെയിലായി, അല്ലെങ്കിൽ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുകയാണ്, അടുത്ത ക്ലാസ്സിലേക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പൊ പ്രിൻസിപ്പൽ പറയാണ്, ഇല്ല, ഇനി കയറ്റി വിടാൻ പറ്റില്ല, ഈ കൊല്ലം ഫെയിൽ ആണെന്ന്. അപ്പൊ ടീച്ചർ പറയാണ്, ഇല്ല പ്ലീസ്, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവന് ഈ ക്ലാസ്സിൽ തന്നെ ഇട്ടേക്കല്ലേ, അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റി വിടും, ഇനി അവൻ ചെയ്യുന്ന തെറ്റുകളൊന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം, എന്തെങ്കിലും തരാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് ആ ഒരു ടീച്ചർ പറയുന്നത് എന്താണ്? ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശയാണ്, അല്ലെ? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചെയ്യും അന്ന് യൗമുൽ ഖിയാമയില്. ആർക്ക് വേണ്ടിയിട്ട്? നരകത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക്. അതേപോലെ സ്വർഗത്തിലുള്ള ആളുകൾക്ക് സുബ്ഹാനല്ലാഹ് അവരുടെ റാങ്കുകൾ ഉയർത്തിക്കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അടുത്ത പ്രതിഫലങ്ങൾ കൂടുതൽ കനം കൊടുത്തിട്ട്, അവരുടെ അമലുകൾക്ക് കനം കൊടുത്തിട്ട് അവരുടെ സ്വർഗത്തിലെ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കും. അപ്പം ആ ഒരു ശഫാഅത്തും അവിടെ നടക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഇവിടെ ചോദിക്കാണ്, ആർക്കാണ് എന്റെ അനുവാദമില്ലാതെ അന്ന് ശഫാഅത്ത് നടത്താനുള്ള ധൈര്യം? സുബ്ഹാനല്ലാഹ്. അപ്പം അന്ന് ശഫാഅത്ത് നടത്തണമെങ്കിൽ എന്റെ അനുവാദം വേണം, അല്ലെ? കാരണം ഏറ്റവും വലിയ അതോറിറ്റി ആരാണ്? അള്ളാഹ് മാത്രമാണ്. അൽ മുൽക്കു യൗമ ഇദിൻ ലില്ലാഹ്. അന്നത്തെ പവർ എല്ലാം ആർക്കാണ്? റബ്ബിനാണ്, അല്ലെ? കിങ്ഷിപ്പ്, രാജ്യത്വം, സാമ്രാജ്യത്വം, അതോറിറ്റി എല്ലാം ആർക്കാണ്? അള്ളാഹ്ക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഏറ്റവും എന്താണ് തഖ്വയുള്ള, ഏറ്റവും സാലിഹായിട്ട് എന്താണ് ഉത്തമമായ കർമ്മങ്ങൾ ജീവിച്ച മനുഷ്യനാണെങ്കിൽ പോലും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മലായിക്കത്താണെങ്കിൽ പോലും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രവാചകനാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദമില്ലാതെ അന്ന് മിണ്ടാൻ പോലും പറ്റൂല, അല്ലെ? ആൾക്കാർക്ക് ഭയങ്കര ഭയമായിരിക്കും. എല്ലാവർക്കും അവനവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഭയമായിരിക്കും. ഏറ്റവും റൈറ്റ്യസ് ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അന്ന് ഭയങ്കര ഭയമായിരിക്കും. സുബ്ഹാനല്ലാഹ്.
അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും വലിയ ഒരാളെ കാണാൻ പോവാണ്, രാജ്യത്തിന്റെ പ്രസിഡന്റോ അങ്ങനെയുള്ള എന്തെങ്കിലും, അവരെ കണ്ട് അവരടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്ക് കൈയും കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുമ്പളേ, സ്വാഭാവികമാണ്, നമുക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പേടിച്ച് വിറച്ചിട്ടൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഏകദേശം അതേപോലത്തെ അവസ്ഥയിലാണ് അന്ന് അവിടെ എല്ലാവരും. ടീച്ചറുടെ അടുത്ത് അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കണം. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പലിന്റെ മൊത്തം പോലും നോക്കാൻ പേടിയായിട്ട് വിറയ്ക്കുക. ബോസിന്റെ അടുത്ത് എന്തെങ്കിലും ചെന്ന് പറയണം, എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി, പക്ഷെ അവിടെ എത്തിയിട്ട് മൂപ്പരെ കാണുമ്പോ തന്നെ പേടിയാവും. അപ്പൊ എത്രത്തോളം ഹൈ ലെവലിലാണോ നമ്മൾ കാണാൻ പോകുന്ന ആള്, അത്രത്തോളമാണ് നമ്മുടെ ഭയം, അല്ലെ? എത്രത്തോളം ഭയം ഉണ്ടോ അത്രത്തോളം നമുക്ക് സംസാരിക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ യൗമുൽ ഖിയാമയില് സുബ്ഹാനല്ലാഹ്, ഇത് വളരെ എവിഡന്റ് ആണ്, പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല അല്ലെ? അള്ളാന്റെ മുമ്പിൽ നമ്മൾ വിറയ്ക്കുന്ന. സൂറത്തു നബന്റെ അവസാനത്തെ ആയത്തുകൾ നമുക്കറിയാം, ലായത്തക്കല്ല മോന, അല്ലെ? ആർക്കും വന്ന്, അള്ളാഹ് അനുവദിക്കാത്ത ഒരാൾക്കും വന്ന് മിണ്ടാൻ പറ്റൂല. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സംസാരിച്ചു വരുന്ന ആൾക്കാർക്ക് പോലും മിണ്ടാൻ പറ്റൂല. യൗമ യഖൂമു റൂഹു വൽ മലായികത്ത്, മലക്കുകളും അല്ലെ, അവര് സഫായിട്ട് അവിടെ നിൽക്കുന്ന ഒരു ദിവസം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും അന്ന് അവിടെ ഉണ്ടാവും. പക്ഷെ ആർക്കും അള്ളാന്റെ മുമ്പിൽ ഭയം കൊണ്ട് മിണ്ടാൻ പറ്റൂല. കാരണം അള്ളാന്റെ സ്റ്റേറ്റസ്, അള്ളാന്റെ പൊസിഷൻ അന്ന് അത്രയാണ് അവിടെ. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ലെവലില് അള്ളാഹുവിന്റെ എല്ലാ മാഗ്നിഫിസൻസും, അള്ളാഹുവിന്റെ എല്ലാ ശ്രേഷ്ഠതയും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ദിവസം ഒരാൾക്കും, ഇനി എന്തൊക്കെ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയാലും മിണ്ടാൻ പറ്റൂല. അന്ന് ഷഫാത്ത് നടക്കുക 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്താലാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു തആല ഷഫാത്ത് നടക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഇവിടെ ഇപ്പൊ ഷഫാത്ത് നടക്കും എന്നുള്ള ആ ഒരു അനുവാദം അള്ളാഹു അനുവദിക്കണം. ഓക്കെ, അത് അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു പ്രോസസ്സേ അവിടെ തുടങ്ങാൻ അള്ളാഹു അനുവദിക്കണം. ആരെങ്കിലും ഒരാളെ അള്ളാഹു അനുവദിക്കണം ഷഫാത്ത് തുടങ്ങാൻ വേണ്ടി. രണ്ടാമത്, അള്ളാഹു സുബ്ഹാനഹു തആല ആരാണോ ഷഫാത്ത് നടത്തുന്നത്, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉമ്മത്തിന് വേണ്ടി ഷഫാത്ത് നടത്തുന്നെങ്കിൽ ആ ആൾക്ക്, ഷഫാത്ത് നടത്തുന്ന ആൾക്ക് അള്ളാഹു അനുവാദം കൊടുക്കണം. അപ്പൊ ആദ്യം പറയുന്നത് ഷഫാത്ത് തുടങ്ങാൻ അള്ളാഹിന്റെ അനുവാദം വേണം. രണ്ടാമത്, ഷഫാത്ത് നടത്തുന്ന വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുവാദം വേണം. അല്ലാണ്ട് വെറുതെ ഒരാൾക്ക് കയറി ചെന്ന് നിന്നിട്ട് അള്ളാഹ് ഞാൻ നിന്റെ അടുത്ത് ഇന്ന ആൾക്ക് പുറത്തു കൊടുക്കണേന്ന് ഞാൻ പറയാനൊന്നും പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുവാദം കിട്ടണം. സൂറത്ത് നജ്മിൽ 26-ാമത്തെ ആയത്തിൽ വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. തീർച്ചയായും പ്രവാചകന്മാരിൽ ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. മീനിങ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അതായത് അവിടെ കുറെ മലക്കുകൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. മിൻ മലക്കിൻ ഫിസ് സമാവാതി, ആകാശത്തില്. അവരുടെ ഷഫാഅത്ത്, സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുവാദം ഇല്ലാതെ അവരുടെ ഷഫാഅത്ത് അവിടെ നടക്കുകയില്ല. അവർക്ക് ആ ഷഫാഅത്തിനുള്ള അനുവാദമേ അവിടെ ഇല്ല. അതും എന്താ പറയുന്നത്, ഷഫാഅത്തുഹും ഷൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു, അള്ളാഹു അനുവദിച്ചാൽ അല്ലാതെ, ലിമൻ യശാഉ വയർദാ, അവൻ ഉദ്ദേശിച്ചവരെ, ഓക്കെ, അവൻ ഉദ്ദേശിച്ചവരെ അവൻ അനുവദിച്ചാൽ അല്ലാതെ, പ്ലസ് വയർദാ, അവൻ തൃപ്തിപ്പെട്ടവർക്ക്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ലാതെ അവിടെ ഷഫാഅത്ത് നടക്കൂല. അപ്പം ഷഫാഅത്ത് നടത്താൻ ഒരാൾക്ക് അള്ളാഹു അനുവാദം കൊടുത്താൽ മാത്രമേ ഷഫാഅത്ത് നടക്കുള്ളൂ. മൂന്നാമത്, ആർക്ക് വേണ്ടിയാണോ ഷഫാഅത്ത് നടത്തുന്നത്, ഓക്കെ, ആദ്യം ഷഫാഅത്ത് എന്ന് പറഞ്ഞ പ്രോസസ്സിന് അള്ളാഹു അനുവാദം കൊടുക്കണം. 2, ഷഫാഅത്ത് നടത്താൻ അള്ളാഹു അനുവാദം കൊടുക്കണം. മൂന്നാമത്, ആർക്ക് വേണ്ടിയാണോ ഷഫാഅത്ത് ചോദിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി ഷഫാഅത്ത് നടത്താൻ അള്ളാഹു അനുവാദം കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇന്ന ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വന്നിട്ട് ഇന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹ് പറയണില്ല ഈ വ്യക്തിക്ക് നീ ഷഫാഅത്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതൊക്കെ തീരുമാനിക്കുന്നവൻ ആരാ? റബ്ബാണല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്തെങ്കിലും നമുക്ക് ഷഫാഅത്തിന് അർഹതയുള്ള മനുഷ്യന്മാരായിട്ടുണ്ടോ? അതിനുവേണ്ടി ജീവിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം ഷഫാഅത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദ്വായുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നമുക്ക് ഷഫാഅത്ത് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ബാങ്കിന് ശേഷമുള്ള, നമ്മൾ ഏറ്റവും കെയർലെസ് ആയിട്ട് ഒരുപക്ഷെ നമ്മൾ ആ ദ്വാ ഒക്കെ ചെയ്യുന്നുണ്ടാവും, എന്തോ ആലോചിച്ചിട്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മളെ വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് അവിടെ ഷഫാഅത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ഒക്കെ നമ്മളെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കര കെയർലെസ് ആണ്.
അപ്പം ഇന്ന വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് വന്നിട്ട് ഷഫാത്ത് ചെയ്യുമ്പോൾ ഇന്ന വ്യക്തിക്ക് ഇല്ലല്ല അവന് വേണ്ടി ഷഫാത്ത് ചെയ്യേണ്ടെന്ന് അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പറ്റൂല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഷഫാത്ത് കൊടുക്കുന്ന ആൾക്കാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അപ്പം 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഷഫാത്തിന്റെ പ്രോസസ്സിന് അള്ളാഹ് സമ്മതം കൊടുക്കണം. 2, അള്ളാഹു ഷഫാത്ത് ചെയ്യാൻ ഒരാൾക്ക് അനുവാദം കൊടുക്കണം. 3, ആർക്ക് വേണ്ടിയാണോ ഷഫാത്ത് ചെയ്യുന്നത് ആ വ്യക്തി അതിന് വേർത്തിയായിട്ടുള്ള, അതിന് അർഹതയുള്ളതാണെങ്കിൽ അള്ളാഹു അനുവദിക്കണം. അപ്പൊ ഉദാഹരണത്തിന് അബൂ ജഹലിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഷഫാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അബൂ ലഹബിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഷഫാത്ത് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നടക്കുമോ? സമ്മതിക്കൂലല്ലേ? കാരണം അവര് നരകത്തിലേക്കാണെന്ന് സുബ്ഹാനല്ലാഹ് ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഫിർഔന്റെ കാര്യം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഉപ്പാടെ കാര്യം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് പോലും ഉപ്പാക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും അള്ളാഹു ഷഫാത്ത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആർക്ക് വേണമെങ്കിലും ഓക്കെ ഞാൻ കയറിയിട്ട് അള്ളാഹു ഇന്ന ആൾക്ക് എനിക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹ് സ്പെഷ്യലായിട്ട് അള്ളാഹു അതിനുള്ള ഫേവർ കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മലക്കുകള്, ചില അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹുവിന്റെ അനുവാദം വേണം. അള്ളാഹു ആ അനുവാദം അവരെ മേൽ, അല്ലെങ്കിൽ ആ ശ്രേഷ്ഠത, അവരുടെ റാങ്ക് അള്ളാഹു ആയിട്ട് ഉയർത്തി കൊടുത്തിട്ട് അള്ളാഹു അവരെ അന്ന് അനുവദിക്കുകയാണ് ഷഫാത്ത് ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവർക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെവലിലേക്ക് അള്ളാഹു ഉയർത്താന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു അത്തരത്തിലുള്ളവരെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. മറ്റുള്ളവർക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ അനുവാദം കിട്ടുന്ന ആൾക്കാർ. അള്ളാഹു പറയാണ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ആർക്കാണ് അന്ന് അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഷഫാത്ത് ചെയ്യാൻ പറ്റുക? അള്ളാഹു പറയും വേറൊരു ഖുറാനിൽ അള്ളാഹു പറയുന്നുണ്ട് വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർത്തദാ. അവർക്ക്, അതായത് അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ഷഫാത്ത് ചെയ്യാൻ പറ്റൂല. അള്ളാഹു തൃപ്തിപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യാനും നമുക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യപ്പെടാനും ഒക്കെയുള്ള തൗഫീഖ് റബ്ബ് എല്ലാവർക്കും തരട്ടെ. ആമീൻ. നമുക്ക് ബാക്കി നാളെ തുടരാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക من اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. قولوا قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.